മാരാമൻ കൺവെൻഷന്റെ 4ാമത്തെ കുട്ടികളുടെ യോഗത്തിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ബഹുമാനപ്പെട്ട മാമൻ സാമുവൽ അച്ഛൻ പ്രാർത്ഥിച്ച് ഈ മീറ്റിംഗ് ആരംഭിക്കും. മക്കളെ എല്ലാരും കണ്ണടച്ച് കൈ കൂപ്പിക്കേ. ഞാൻ നോക്കും ആരെ കണ്ണ് തുറക്കുന്നു. ഓക്കെ, കുഞ്ഞുങ്ങളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവീൻ, അവരെ തടയരുതെന്ന് അരുളി ചെയ്ത കർത്താവേ, ഈ കുഞ്ഞുങ്ങളുമായിട്ട് കർത്താവെ ഞങ്ങൾക്ക് ദശാബ്ദങ്ങളായിട്ട് ദൈവസന്നിധിയിൽ ചേർന്ന് വരുവാൻ തന്ന ഭാഗ്യത്തിനായിട്ട് സ്തോത്രം. ഈ വർഷവും ഇതുപോലെ തന്നെ കർത്താവെ CSSFന്റെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു മീറ്റിംഗ് ഇവിടെ അറേഞ്ച് ചെയ്യാൻ ദൈവം ഇടയാക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വ്യാപരിച്ച ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം. ഇന്നത്തെ മീറ്റിംഗ് അനുഗ്രഹകരമാക്കി തീർക്കണമേ. വന്നു ചേരാൻ ആഗ്രഹിച്ച് പുറപ്പെട്ടിട്ടുള്ള കുഞ്ഞുങ്ങളെല്ലാവരും കർത്താവെ ആപത്ത് കൂടാതെ തക്ക സമയത്ത് ഇവിടെ എത്തിച്ചേരുവാൻ ഇടയാക്കണം. പാടുന്നവർ, ആക്ഷൻ സോങ് കാണിക്കുന്നവർ, പ്രസംഗിക്കുന്നവർ എല്ലാവരെയും അവിടുന്ന് ശക്തീകരിക്കണം, ബലപ്പെടുത്തണം. ഈ കുഞ്ഞുങ്ങൾ ആരും നഷ്ടപ്പെട്ടു പോകാൻ ഇടയാക്കല്ലേ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളുമാറാകണമേ. Thank you, Achan. Good morning. Emirates, good morning. Ittihad, good morning. സാറേ, ഈ ഒരു കാര്യം സത്യം പറഞ്ഞാൽ സാറിന് വിഷമമുണ്ടോ? ഒരു വിഷമമില്ല. ഈ എമിറേറ്റ്സിന്റെ ഭാഗത്താണ് ഏറ്റവും നല്ല സൗണ്ട് എപ്പോഴും. ആണോ? അതെനിക്ക് വന്ന ബന്ധമായതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇവിടെ. പിന്നെ ഞാൻ വേറൊരു സത്യം കൂടെ പറയാണേ. ഞാൻ ഇങ്ങോട്ട് നടന്നു വന്നപ്പോ 2 കൂട്ടുകാരികളെ കണ്ടേ. ഞാൻ ചോദിച്ചു ഇന്നത്തെ വാക്യം എന്താന്ന്. അത് പഠിച്ചില്ല. ഇന്നലെ നല്ലവണ്ണം ഉറങ്ങി. ഇന്ന് ക്ലാസ്സിലല്ലോ. അപ്പൊ അതുകൊണ്ട് ഇവിടെ പഠിപ്പിക്കുന്ന വാക്യങ്ങളും പാട്ടുകളും ഒക്കെ ശരിയായിട്ട് പഠിക്കുകയും പിന്നീട് അത് ഓർമ്മിക്കുകയും ഒക്കെ ചെയ്യേണ്ടത് ആവശ്യമല്ലേ? അല്ലേ? ഒന്നും മിണ്ടുന്നില്ല. അപ്പൊ അതുകൊണ്ട് വാക്യങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കണം. ഇവിടെ ഇങ്ങനെ സ്പേസ് ഇട്ടിരിക്കുന്ന എന്തിനു വേണ്ടിയാ? സ്ഥലത്തിനൊക്കെ ഇപ്പൊ എന്നോ വിലയാ. സ്ഥലം ഇങ്ങനെ കളയാതെ അടുത്തടുത്ത് ഇരിക്കാനായിട്ട് ശ്രമിക്കണം. കൊച്ചു കുട്ടികളൊന്ന് ഫ്രണ്ടോട്ട് കയറിയിരിക്കാമോ? ജോർജി, അലക്സി ഒക്കെ കുറച്ചുകൂടെ അടുത്തടുത്ത് ഇരിക്കാനായിട്ട് ശ്രമിക്കണം. എനിക്ക് അവരുടെ പേരെ അറിയത്തുള്ളൂ, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ആദ്യം ഒന്ന് ഇരുത്തിക്കോണേ. കുറച്ചുകൂടെ മുൻപോട്ട് ഹായ് കൂട്ടുകാരെ, പ്രൈസ് ദി ലോർഡ്. ഞാൻ പ്രൈസ് ദി ലോർഡ് പറയുമ്പോ ഹല്ലേലൂയ എന്നല്ലേ പറയണ്ടേ? പ്രൈസ് ദി ലോർഡ്. അയ്യോ, കൈ ഉയർത്തി പറയണ്ടേ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവിടെ ഇപ്പൊ എങ്ങനെയുണ്ട് ഇവരുടെ പൊസിഷനൊക്കെ? പൊസിഷൻ നമ്മുടെ പോയിന്റ് മാസ്റ്റർ ഇവിടെ ഉണ്ട്. പോയിന്റ് മാസ്റ്ററോട് ഞാൻ വിളിക്കട്ടെ. പോയിന്റ് മാസ്റ്ററിനെ. പോയിന്റ് മാസ്റ്ററെ, അതിഭയങ്കരമായ മത്സരം ഇവിടെ നടക്കുന്നത്. എത്തിഹാദും എമിറേറ്റ്സും തമ്മിലുള്ള കട്ട മത്സരം. പക്ഷെ ഇന്നലെ ഉണ്ടല്ലോ, എത്തിഹാദ് ആയിരുന്നു ഒന്നാമത് നിന്നത്. അയ്യോ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഇന്നലത്തെ ലാസ്റ്റ് മത്സരം അങ്ങോട്ട് അടുക്കാറായപ്പം 2150 പോയിന്റോട് കൂടി എമിറേറ്റ്സ് ഒന്നാമത് നിൽക്കുകയാണ്. ഇവർ തൊട്ട് പിന്നാലെ ഉണ്ട് 2075 പോയിന്റ്. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി. ഇന്നലെ വരെ ഏറ്റവും നല്ല 2ാം സ്ഥാനം നാളെ ഞാൻ പ്രഡിക്ട് ചെയ്യട്ടെ, ഇവർക്കായിരിക്കും നാളെ ഫസ്റ്റ്. ഒരു കാര്യം പറയട്ടെ, ഈ മണ്ണ് വാരുന്നവർക്ക് മൈനസ് പോയിന്റ് ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞേക്കണം. പെട്ടെന്ന് മണ്ണ് വാരുന്നവര് കുഴിക്കകത്തും ആയി പോകില്ല. ഈ എടുത്തെറിയുന്നവർക്കും മൈനസ് പോയിന്റ് ഉണ്ടായിരിക്കും കേട്ടോ. അങ്ങനെയാണ് നമുക്ക് ഒരു നല്ലൊരു ക്ലാപ്പ് പഠിക്കാം. ഹാപ്പി ക്ലാപ്പ്. ഓക്കെ. ഞാൻ ഇങ്ങനെ ഓരോ വിരലും കൊണ്ട് കേട്ടോ, നമ്മുടെ ഇൻഡെക്സ് ഫിംഗർ ഫസ്റ്റ് യൂസ് ചെയ്യണം. ഇങ്ങനെ ഹാപ്പി ഇങ്ങനെ പറയണേ കേട്ടോ. രണ്ടാമത്തെ നമ്മുടെ ഫിംഗർ കൊണ്ട് 2 പ്രാവശ്യം ഇങ്ങനെ അടിക്കുമ്പോൾ ഇങ്ങനെ പറയണേ. മൂന്നാമത്തെ അസിറ്റീസ്. ഓക്കെ, റെഡി? കൈയെടുത്ത് എല്ലാവരും കൈയെടുത്ത് ഒന്ന് തിരുമ്പി നല്ലോണം തിരുമ്പി. ഒന്ന് ചൂടാക്കി ഇഞ്ചൻ ചൂടാകട്ടെ. റെഡി? ഓക്കെ, 1 2 സ്റ്റാർട്ട്. ഏത് ഗ്രൂപ്പ്
ഗ്രൂപ്പിന്റെ ഭാഗത്ത് നിന്ന് സൗണ്ട് ഉണ്ടായി. ആരാണ്ട് ഇടയ്ക്ക് കാപ്പി എന്ന് പറഞ്ഞു. രാവിലെ കുടിക്കാതെ കൊടുത്തില്ല, പേരൻസ് കൊടുത്തില്ല, അതാ പ്രശ്നം. അവിടെയാ ഇപ്പോഴും സൗണ്ട് കിടക്കുന്ന. ഒന്നുകൂടെ ഒരു പ്രാവശ്യം കൂടെ. 1 2 സ്റ്റാർട്ട്. ഫസ്റ്റില് സൗണ്ട് കുറച്ച് കേട്ടോ, സൈലന്റ് ആയിട്ട് പറയാം. സാറേ ഈ ഹാപ്പി എന്ന് പറയുമ്പോഴല്ലോ ഇങ്ങനെ ചിരിക്കണം കേട്ടോ. മുഖത്തൊരു എക്സ്പ്രഷൻ ഉണ്ടായിരിക്കണം. അല്ലേ മുഖത്ത് എന്തുണ്ടായിരിക്കണം? എന്തുണ്ടായിരിക്കണം? ഒരു സന്തോഷത്തിന്റെ ഭാവം. റെഡി? ഒരു പ്രാവശ്യം കൂടെ. വെരി ഗുഡ്, ഫണ്ടസ്. നമ്മുടെ ഫിലോമിനച്ചൻ പറയാണേ, അവരാണ് നല്ല ലൗഡായിട്ട് പറയുന്നതെന്ന്. ഇവര് നല്ല ഗ്രേസ്ഫുൾ ആയിട്ടാ പറയുന്നത്. ഓ വെരി ഗുഡ്. ക്ലാപ്പ് ചെയ്യുന്ന മക്കളെ എന്തെങ്കിലും അപ്രീസിയേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ക്ലാപ്പ് ചെയ്യണം. അപ്പൊ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ച പാട്ടുകളൊന്ന് റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, ആദ്യം തമിഴ് 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 സോങ്. തമിഴ് നമ്മളൊരു തമിഴ് പാട്ട് പഠിച്ചായിരുന്നല്ലോ. ഏതാണ്? യേശു എന്ന നേസിക്കുന്നവർ. എത്രാമത്തെ നമ്പറാണ്? സോങ് നമ്പർ 13. ആക്ഷൻ ഓർമ്മയുണ്ടെങ്കിൽ പ്ലീസ് ഓൾ സ്റ്റാൻഡ് അപ്പ്. നമുക്ക് ഒരുമിച്ച് ചെയ്യാം. ഓൾ സ്റ്റാൻഡ് അപ്പ്. ക്ലാപ്പില്ല. 1 2 3 4. യേശുവിനെ நேசிக்கிறார், യേശുവിനെ காக்கிறார், என் வாழ்க்கையை முழுதும் இயேசுவோடு நடப்பேன் நானே. இயேசுவினை நேசிக்கிறார், இயேசுவினை காக்கிறார், என் வாழ்க்கையை முழுதும் இயேசுவோடு நடப்பேன் நானே. ஸ்கூலிலும் வீட்டிலும் நல்லவனாய் இருப்பேன் நானே. அன்பு சாந்தி மகிழ்ச்சியாக இயேசுவை போலே வாழ்வு. ஸ்கூலிலும் வீட்டிலும் நல்லவனாய் இருப்பேன் நானே. அன்பு சாந்தி மகிழ்ச்சியாக இயேசுவை போலே வாழ்வு. இயேசுவை நேசிக்கிறார், இயேசுவை காக்கிறார், என் வாழ்க்கையை முழுதும் இயேசுவோடு நடப்பேன் நானே. இயேசுவை நேசிக்கிறார், இயேசுவை காக்கிறார், என் வாழ்க்கையை முழுதும் இயேசுவோடு நடப்பேன் நானே. பயம் வந்தாலும் கவலை வந்தாலும் இயேசு என்னோடு இருக்கிறார். இருளிலும் நுழையது போதும் என்னை நடத்திடும் யேசுவதானே. இயேசுவை நேசிக்கிறார், இயேசுவை காக்கிறார், என் வாழ்க்கையை முழுதும் இயேசுவோடு நடப்பேன் நானே. இயேசுவை நேசிக்கிறார், இயேசுவை காக்கிறார், என் வாழ்க்கையை முழுதும் இயேசுவோடு நடப்பேன் நானே. என் வாழ்க்கையை முழுதுം യേശുവോട് നടപ്പേൻ നാനേ. കഴിഞ്ഞ 2 ദിവസം വിചാരിച്ചു ഞങ്ങൾക്ക് ആ മാർക്ക് കൂടുതൽ കിട്ടുന്നത്, അതുകൊണ്ട് കുഴപ്പമില്ല, ഇപ്പോഴും ഞങ്ങൾക്ക് കിട്ടുമെന്ന് വിചാരിച്ചു. എമർജൻസി പുതിയ യാത്രക്കാരൊക്കെ വന്നിട്ടുണ്ട്, അതുകൊണ്ട് അവരും കളിച്ച അവർക്കും പോയിന്റുണ്ടായിരിക്കും. അങ്ങനെയാണോ? പിന്നെ കേട്ടോ പറഞ്ഞത്? പിന്നെ ഇന്ന് ആദ്യമായിട്ട് വന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് കൈ ഉയർത്താമോ? ഇന്ന് ആദ്യമായിട്ട് വന്ന വെരി ഗുഡ് മക്കളെ. ഇവിടെ പഠിപ്പിക്കുന്ന പാട്ടുകളുടെ സോങ് ബുക്ക് നമുക്ക് അവൈലബിൾ ആണ്. നിങ്ങളുടെ ഇടയിൽ ചേച്ചിയുണ്ട്, ചേച്ചിയോട് പറഞ്ഞാൽ നിങ്ങൾക്ക് 20 രൂപ കൊടുത്ത് അത് വാങ്ങാൻ സാധിക്കുന്നതാണ്. ഇനി കുറച്ച് പാട്ടുപുസ്തകം മാത്രമേ നമ്മുടെ കയ്യിൽ ബാക്കിയുള്ളൂ, അതുകൊണ്ട് ഇന്ന് തന്നെ നിങ്ങളുടെ പാട്ടുപുസ്തകം നിങ്ങൾ കരസ്ഥമാക്കണം. നമ്മൾ ആദ്യത്തെ ദിവസം പഠിച്ച ഒരു ഇംഗ്ലീഷ് പാട്ട് ഓർമ്മയുണ്ടോ? ഉണ്ടോ? ഇംഗ്ലീഷ് പാട്ട് ഏത് പാട്ടായിരുന്നു? ഏതാ പിള്ളേരെ? കണ്ടോ, പ്രാർത്ഥിക്കാൻ നിൽക്കുന്നവർ അടങ്ങിയിരിക്കുന്നുണ്ടോ? ആർക്ക് പറയാം? എങ്ങനെയായിരുന്നു അതിന്റെ ട്യൂൺ? എങ്ങനെയായിരുന്നു? റെഡി 1 2 3 സ്റ്റാർട്ട്. എനിക്ക് മനസ്സിലായി. ഇനി നമുക്ക് മ്യൂസിക്കിന്റെ സഹായത്തോട് പാടാം. ആക്ഷൻ ഓർമ്മയുണ്ടോ?
ഇതിവിടെ കണ്ടിട്ടാ നിങ്ങൾ പറഞ്ഞത് എനിക്ക് മനസ്സിലായി. ആക്ഷൻ ഓർമ്മയുണ്ടോ? അതിശയമാരെ, ഇത് മലയാളത്തിലാ പാടുന്നത്, ഇംഗ്ലീഷിലല്ല എന്നുള്ളത്. ഇത് ഇംഗ്ലീഷിലല്ല പാടുന്നത് കേട്ടോ, മലയാളത്തിൽ പാടിയാ മതി. Jesus every day, step by step along His way. Follow Him, I hear Him say, I trust His word, I will obey. Jesus shapes my heart with love, loving me when I'm above. I will shine for all to see, living like He wants to be. Jesus shapes my heart with love, guiding me from heaven above. I will shine for all to see, living like He wants to be. I'll follow Jesus every day, step by step along His way. Follow Him, I hear Him say, I trust His word, I will obey. 3, 4. Jesus shapes my heart with love, guiding me from heaven above. I will shine for all to see, living like He wants to say. Jesus shapes my heart with love, guiding me from heaven above. I will shine for all to see, living like He wants to see. ഓക്കെ, താങ്ക് യു. വളരെ സുന്ദരമായിട്ട് നിങ്ങൾ ചെയ്യാതിരുന്നു. കുറച്ചു പേര് മാത്രം ഇങ്ങനെ കൈയിട്ട് ഇങ്ങനെ അനക്കിയായിരുന്നു. ഓക്കെ, എനിവേ, ഓക്കെ. അത് അന്ന് തന്നെ പഠിച്ചൊരു ഇംഗ്ലീഷ് പാട്ട് വേറെ ഉണ്ടായിരുന്നല്ലോ. വാട്ടർമെലൻ ആണോ ആദ്യ ദിവസം പഠിച്ചത്? ഈ തണുപ്പത്ത് ഇപ്പൊ രാവിലെ കഴിക്കാൻ പറ്റത്തില്ല. വേറൊരു പാട്ടുണ്ടായിരുന്നു, ആർക്കും പറയാം. ഇപ്പൊ കാണിക്കല്ലേ സാറേ, അതിനകത്തില്ല, വേറെയാ. ഓർമ്മയുണ്ടോ? Come follow me. പാട്ടേ പഠിച്ചില്ലേ? ആരും മിണ്ടത് പോലും ഇല്ലേ? ആരും മിണ്ടാത്ത എന്താ? Forgot the song? Huh? Come follow me. So, check, yeah, it's come. You remember the song? We'll do that. You just have to repeat after me, okay? Here we go. When the song comes. Come follow me. Follow me, I will make you I will make you fishers of men. fishers of men. Come follow me. Follow me, Come follow me. follow me, I will make you I will make you fishers of men. fishers of men. Come follow me. Follow me, Where Jesus leads, Jesus lead, oh I will go. What Jesus say, Jesus say, oh I will do. Where Jesus leads, oh I will go. What Jesus say, Jesus say, oh I will do. Here we go. And Jesus says, 1, 2, 3, go. Come follow me. follow me, I will make you I will make you fishers of men. fishers of men. Come follow me. Follow me. Sing it louder. Here we go. Come follow me. I will make you fishers of men. Fishers of men. Come follow me. Come follow me. I will make you fishers of men. Fishers of men. Come follow me. Where Jesus leads, oh I will go. What Jesus says, Jesus say, oh I will do. Where Jesus leads, oh I will go. What Jesus says, Jesus say, oh I will do. Here we go. Jesus says, come follow me. I will make you
fishers of men. Come follow me. Come follow me. I will make you fishers of men. Follow me. Okay, the next song that we learned, that was, how many remember this song? What? In there. Huh? What is that one word? Attitude. Yes, let's do the attitude song. Let's praise God. Here we go. He was 9 feet tall with a really big head. He could make you fall. What he said, bronze in his arm, iron in the spear. All who faced him never looked here. He had an attitude. The army of God. The army of God. Here we go one more time. Come on. He's a little bitter boy with a sling in hand. He played the harp for the worship band. He took 5 stones and a quick step, spun it around and let it rip. He had an attitude that said, praise the Lord. He had an attitude that said, no matter what, I'll praise the Lord. The giant fell down. The giant fell down and broke his crown. The enemies were tumbling around. God of heaven is for you. Here in you, in your attitude. Have an attitude that said, praise the Lord. Have an attitude that said, no matter what, I'll praise the Lord. എല്ലാവരും വന്നിരുന്നാട്ടെ. നമുക്കിന്ന് വിശിഷ്ട അതിഥിയായിട്ട് നമ്മളുടെ ഒരു തിരുമേനി അപ്പച്ചൻ കൂടെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ കണ്ടായിരുന്നല്ലോ. ബഹുമാനപ്പെട്ട അഭിവന്ദ്യനായ സക്രിയാസ് മാർ അപ്രേം തിരുമേനി മാർത്തോമാ സഭയുടെ ഡൽഹി ഭദ്രാസനത്തിന്റെ അധ്യക്ഷനായിട്ട് ഈ നാളുകളിൽ സേവനം അനുഷ്ഠിക്കുന്നു. തിരുമേനിയുടെ ശുശ്രൂഷകൾ നമുക്ക് ഏറ്റവും അനുഗ്രഹകരമാണ്. ഇന്ന് നമ്മോടൊപ്പം ആയിരിക്കുന്നതിൽ ഏറ്റവും സന്തോഷമുണ്ട്. കൂട്ടുകാരെ ഇവിടെ ശ്രദ്ധിക്കണേ, അവിടുത്തെ സൈലൻസ്. അപ്പോൾ തിരുമേനി വന്നതിൽ നമുക്കൊക്കെ സന്തോഷമുണ്ട്. കൈയടിച്ച് തിരുമേനിയെ സ്വാഗതം ചെയ്യാം. തിരുമേനി ഇപ്പോൾ നമ്മോട് 2 വാചകം സംസാരിക്കുന്നതായിരിക്കും. അതേ തുടർന്ന് നമ്മളുടെ കയ്യിലിരിക്കുന്നതായി പാഠ്യപുസ്തകത്തിന്റെ ഒരു ഡിജിറ്റൽ കോപ്പി നമുക്ക് എല്ലാവർക്കും ലഭ്യമാകത്തക്ക വേണം. അത് പെൻ ഡ്രൈവിൽ അവൈലബിൾ ആണ്. ഇന്ന് തിരുമേനി അത് റിലീസ് ചെയ്യുകയും നിങ്ങൾക്ക് കുടുംബമായിട്ട് അത് വാങ്ങിച്ച് വീട്ടിലും ഈ പാട്ടുകൾ കേൾക്കാം, കാറിൽ പോകുന്ന വഴിക്ക് ഈ പാട്ടുകൾ കേൾക്കാം. അങ്ങനെ ഈ പാട്ടുകൾ നിങ്ങൾക്ക് ഹൃദയസ്ഥമാക്കുവാനുള്ള അവസരം CSM ഒരുക്കുന്നുണ്ട്. ഇതിൽ പ്രത്യേകമായിട്ട് അഭിവന്ദ്യ തിരുമേനിയെ സ്വാഗതം ചെയ്യും. ഗുഡ് മോർണിംഗ്. സന്തോഷമാണോ? ഇന്ന് ആള് കുറവാണോ കൂടുതലാണോ? കൂടുതലാ. ഇന്ന് ഇത് പണിമുടക്കായതോടെ എല്ലാവരും കൂടി. അതൊരു കാരണമാണ് അല്ലേ? അപ്പൊ എന്നും പണിമുടക്കായാലോ? അതാണോ നല്ലത്? അപ്പൊ സ്കൂളിൽ പോണ്ടേ? വേണ്ട. ഈ മാരാമൻ കൺവെൻഷൻ ഈ ശനിയാഴ്ച കൊണ്ട് തീരുമല്ലോ നമ്മുടെ കുട്ടിപ്പന്തലിന്റെ പരിപാടി. പിന്നെന്ത് ചെയ്യും? നമുക്കൊരു കാര്യം ചെയ്യാം. തിരുമെത്ര പോലെ തിരുവേണ്ടി പറയാം. നമുക്ക് ഒരു വർഷം മൊത്തം മാരാമൻ കൺവെൻഷൻ ആക്കാൻ പറഞ്ഞാലോ? നല്ലതാണോ? പക്ഷെ അങ്ങനെ പറ്റുമോ? പറ്റത്തില്ല. അതാണ് പ്രശ്നം. നമുക്ക് ആഗ്രഹമുണ്ട്, പറ്റത്തില്ല. അപ്പൊ എന്ത് ചെയ്യണം? അപ്പൊ ഒരു കാര്യം ചെയ്യണം. അച്ഛൻ പറഞ്ഞില്ലേ ഒരു പാട്ട് ഡിജിറ്റലൊക്കെ കിട്ടുമെന്ന്. അപ്പൊ ഇന്നിങ്ങനെ വരാത്ത കുറെ ആൾക്കാരില്ലേ നമ്മുടെ കൂട്ടുകാരെ?
അപ്പൊ അവർക്കിത് കൊടുക്കണം. എന്നിട്ട് പറയണം ഞങ്ങളിവിടെ കുട്ടിപ്പന്തലിൽ പോയി പാട്ടൊക്കെ പഠിച്ചു, നല്ല രസമായിരുന്നു. നമ്മുടെ സുജിത്തച്ഛനുണ്ടായിരുന്നു, നമ്മുടെ സാറുമാരൊക്കെ ഉണ്ടായിരുന്നു, അവരൊക്കെ പാടിയപ്പോൾ അപ്പൊ ഇനി എന്ത് ചെയ്യണം? അടുത്ത പ്രാവശ്യം നിങ്ങളും കൂടെ വരണം. ഈ പാട്ട് കേട്ടാൽ മാത്രം രസമുണ്ടോ? അപ്പൊ നമ്മൾ ആക്ഷൻ നടത്തണം, കളിക്കണം, കഥകൾ കേൾക്കണം, പാട്ട് പാടണം. ഇതൊക്കെ എന്തിനാ? പഠിക്കണം, കർത്താവിനെ കൂടുതൽ അറിയാൻ വേണ്ടിയാ, കർത്താവിനോടുകൂടി ചേർന്ന് ജീവിക്കാൻ വേണ്ടിയാ. അല്ലാത്ത പാട്ട് നമുക്ക് എത്ര പാട്ട് കിട്ടുമല്ലേ? നമ്മൾ ടൂറിനൊക്കെ പോകുമ്പോൾ എന്തെല്ലാം പാട്ടൊക്കെയാ ബസ്സിലൊക്കെ കിട്ടുന്നത് അല്ലേ? ഈ പാട്ട് എവിടെ കിട്ടും? ഇവിടെ കിട്ടും. ഇവിടെ കിട്ടപ്പോ അച്ഛൻ പറഞ്ഞില്ലേ, അച്ഛനൊരു സൂത്രം ചെയ്തു. എന്താണെന്നറിയാവോ? ടൂറിനൊക്കെ പോകുമ്പോൾ ഈ പാട്ടുണ്ട്. നമ്മൾ പറയണം, ഈ CSSM-ലെ പാട്ടുണ്ട്, ഞങ്ങളുടെ കുട്ടിപ്പന്തൽ ഞങ്ങൾ പഠിച്ച പാട്ടാണ്, ഞങ്ങളും കൂടെ പാടാം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പാട്ടാണ്. അപ്പൊ നമുക്ക് എന്ത് പറ്റും? ഇത് കേൾക്കാത്ത ആൾക്കാർക്കും കൂടെ കേൾക്കാൻ പറ്റും. കേൾക്കുവോ? സമ്മതിച്ചോ? അപ്പോൾ നിങ്ങളോടൊപ്പം ഇവിടെ ആയിരിക്കാൻ ദൈവം ഇടയാക്കിയതിനോട് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് എന്നെ ഇതിന് ക്ഷണിച്ച സുജിത്തച്ഛനോടും ഇതിന്റെ CSM-ന്റെ എല്ലാ ഭാരവാഹികളുടെ സന്തോഷം അറിയിക്കുന്നു. ഞാനേ സാറിന് ഒത്തിരി പറയാനുള്ളതുണ്ട്, ഞാൻ അധികം പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ലേ അല്ലേ? അപ്പം അതുകൊണ്ട് അച്ഛൻ പറഞ്ഞ ശുശ്രൂഷ നിർവഹിച്ച് ഞാൻ നിങ്ങളോട് കൂടെ ഇന്ന് മുഴുവൻ നിങ്ങളുടെ ഇതിൽ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യാം. എന്താ? ഓക്കെ. അഭിവന്യ തിരുമേനി ഇപ്പോൾ പെൻ ഡ്രൈവിന്റെ ഒരു മോഡൽ ഇപ്പോൾ ഓപ്പൺ ചെയ്ത് റിലീസ് ചെയ്ത് ബഹുമാനപ്പെട്ട മാമൻ സാമൂഹ്യങ്ങളുടെ ഫസ്റ്റ് കോപ്പി കൊടുക്കുന്നതാണ്. നിങ്ങൾ എല്ലാവരും ഇത് വാങ്ങണം. ഇതിനകത്ത് 90ഓളം പാട്ട്, 90+ സോങ്സ് ഫോർ കിഡ്സ് ഉണ്ട്. പഴയ പല വർഷങ്ങളിലെ കോപ്പികളാണ്. 500 രൂപയാണ് ഇതിന് വിലയായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത്. നിങ്ങൾ എല്ലാവരും അത് വാങ്ങുകയും പാടുകയും പഠിക്കുകയും ചെയ്യണമെന്ന് സ്നേഹത്തോടെയാണ്. മഹത്വത്തിനും നമ്മുടെ എല്ലാവരും അനുഗ്രഹത്തിനുമായി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ ഈ പെൻഡ്രൈവ് റിലീസ് ചെയ്യുന്നു. ദൈവം നമ്മളെല്ലാവരും കുട്ടിപ്പാട്ടുകൾ എന്നാണ് ഇതിന് നാമകരണം ചെയ്തിരിക്കുന്നത്. കുഞ്ഞുങ്ങൾക്ക് പാടുവാനുള്ള ഓക്കെ. അപ്പം ഈ പെൻഡ്രൈവ് എല്ലാവരും വാങ്ങിച്ച് ഈ പാട്ടൊക്കെ കാണണം, പഠിക്കണം. നിങ്ങളത് നന്നായിട്ട് മനഃപ്പാഠമാക്കണം. നമുക്കിനി ഒരു പുതിയ ഈ CD-ക്കകത്തുള്ള പെൻഡ്രൈവിനകത്തുള്ള പുതിയ പാട്ടുകളൊക്കെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനകത്തുള്ള പാട്ടുകൾ നമ്മൾ ഇന്നും പഠിക്കുന്നുണ്ട്. പുതിയൊരു പാട്ട് പഠിക്കാം. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സ്റ്റോറി, കൊച്ചിലെ നമ്മൾ ശിശുവ് മുതലേ പഠിക്കുന്നതായിട്ടുള്ളൊരു സ്റ്റോറി ഉണ്ട്. ഇടയൻ്റെയും ആടുകളുടെയും കഥ. ഏതാ? എത്ര ആടുകളാണ് ഇടയനുണ്ടായിരുന്നത്? 100. എന്തോ സംഭവിച്ചു? എന്നിട്ട് എന്തോ ചെയ്തു? ഇടയൻ പോയി പുറപ്പെട്ടു പോയോ? പിന്നെ ഇടയൻ എന്തോ ചെയ്തു? അതിനെ ബാക്കി 99-നെയും വിട്ടേച്ച് എന്തോ എടുക്കുമായിരുന്നു. ആട് എവിടെയായിരുന്നു? കുഴി വീണ് കിടക്കുമായിരുന്നു അല്ലേ? അപ്പം ആ സ്റ്റോറി വിവരിക്കുന്നതായിട്ടുള്ള എല്ലാ പാട്ടിനകത്തും ഓരോ സ്റ്റോറിയൊക്കെ ഉണ്ട്. അപ്പം മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണിത്. ഈ പാട്ടുകളൊക്കെ എഴുതിയിരിക്കുന്നത് CSSM-ലെ HHM-മാരൊക്കെയാണ്. പാടിയിരിക്കുന്നതും CSSM-ലെ HHM-മാരും പിന്നെ ചില കൂട്ടുകാരും ഒക്കെയാണ്. അപ്പോൾ നിങ്ങളത് കേൾക്കുമ്പോൾ മനസ്സിലാകും. ഈ പാട്ട് നമ്മളിനി പഠിക്കാൻ പോകുന്നതായിട്ടുള്ള പാട്ട് സോങ് നമ്പർ 14, 14-ാമത്തെ പാട്ട്. ഈ സ്റ്റോറി പറയുന്നതായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് പറയുന്നത്. പ്രിയപ്പെട്ട രജീഷ് ചാച്ചൻ, രജീഷ് ചാച്ചൻ ഏതാ? രജീഷ് അങ്കിൾ ഏത്? ഞങ്ങളുടെ കൂട്ടത്തിൽ ആരാ രജീഷ്? ഇതാ ഈ ചാച്ചനാണ് രജീഷ് ചാച്ചൻ അല്ലേ? ഓക്കെ. അപ്പൊ രജീഷ് ചാച്ചൻ ഈ പാട്ട് എഴുതിയത്, പാട്ട് ട്യൂൺ ചെയ്തത്. ഒരു നല്ല ക്ലാപ്പൊന്ന് കൊടുത്തെങ്കിൽ പാട്ട് കേട്ട് കഴിയുമ്പോൾ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് അടിക്കണേ. ഓക്കെ, പാട്ട് കേട്ടോളൂ. 14. ഈ കുഞ്ഞുങ്ങളോട് പറയാനുള്ള റിക്വസ്റ്റ്, നിങ്ങൾ കുറച്ചുകൂടെ ഒന്ന് അടുത്തിരുന്നാൽ സന്തോഷമാണ്. കാരണം വേറെയും കുഞ്ഞുങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഇടയ്ക്കൊക്കെ ഒത്തിരി ഗ്യാപ്പ് കാണുന്നു. അതുകൊണ്ട് നിങ്ങൾ ദയവായിട്ട് അടുത്തിരുന്നാൽ ഒത്തിരി സന്തോഷം. രണ്ടാമത്തെ കാര്യം, പെൻഡ്രൈവ് റിലീസ് ചെയ്തു. ഈ പെൻഡ്രൈവിന് എത്ര രൂപയാണ്? വെരി ഗുഡ്. അതെ, അപ്പം അത് വാങ്ങിക്കാൻ നിങ്ങൾ ശ്രമിക്കണം. എവിടെ കിട്ടും ഇത്? CSM-ന്റെ സ്റ്റോൾ എവിടെയാണെന്നറിയാമോ? നേരെ പുറകോട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ ഇപ്പൊ നോക്കണ്ട അവിടെ കാണാം കേട്ടോ. അവിടെ വരിക, നിങ്ങൾക്ക് അവൈലബിൾ ആണ്.
പാഠപുസ്തകം ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സുവിശേഷി അവൈലബിൾ ആണ്. ഉണ്ടോ സാറേ? കോപ്പി ഉണ്ടോ? പാഠപുസ്തകത്തിന്റെ കോപ്പി തീർന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ചുകൂടെ ഉള്ളൂ. പണ്ടൊരു നാട്ടിലൊരിടയനുണ്ടായിരുന്നു, നൂറാടുള്ളൊരിടയൻ. ഒന്നിനെ നഷ്ടമായി പോയതറിഞ്ഞില്ല, തിരഞ്ഞു പോയൊരിടയൻ. പണ്ടൊരു നാട്ടിലൊരിടയനുണ്ടായിരുന്നു, നൂറാടുള്ളൊരിടയൻ. ഒന്നിനെ നഷ്ടമായി പോയതറിഞ്ഞില്ല, തിരഞ്ഞു പോയൊരിടയൻ. കണ്ടുകിട്ടി സന്തോഷമായി തിരികെ വന്നൊരിടയൻ. കൂട്ടുകാരോടും നാട്ടുകാരോടും സന്തോഷം പങ്കിട്ടൊരിടയൻ. കണ്ടുകിട്ടി സന്തോഷമായി തിരികെ വന്നൊരിടയൻ. കൂട്ടുകാരോടും നാട്ടുകാരോടും സന്തോഷം പങ്കിട്ടൊരിടയൻ. പണ്ടൊരു നാട്ടിലൊരിടയനുണ്ടായിരുന്നു, നൂറാടുള്ളൊരിടയൻ. ഒന്നിനെ നഷ്ടമായി പോയതറിഞ്ഞു, തിരഞ്ഞു പോയൊരിടയൻ. പണ്ടൊരു നാട്ടിലൊരിടയനുണ്ടായിരുന്നു, നൂറാടുള്ളൊരിടയൻ. ഒന്നിനെ നഷ്ടമായി പോയതറിഞ്ഞു, തിരഞ്ഞു പോയൊരിടയൻ. നമ്മളെ നഷ്ടമാകുമ്പോൾ ചങ്കു പിടയുന്ന ദൈവം, സ്വന്തം ജീവൻ തന്നു നമ്മളെ വീണ്ടൊരു സ്നേഹവാനായൊരു ദൈവം. കൂട്ടരെ നമ്മളെ നഷ്ടമാകുമ്പോൾ ചങ്കു പിടയുന്ന ദൈവം, സ്വന്തം ജീവൻ തന്നു നമ്മളെ വീണ്ടൊരു സ്നേഹവാനായൊരു ദൈവം. നല്ല ഇടയനായ ദൈവം. പണ്ടൊരു നാട്ടിലൊരിടയനുണ്ടായിരുന്നു, നൂറാടുള്ളൊരിടയൻ. ക്ലാപ്പ് ചെയ്യാമോ? നഷ്ടമായി പോയതറിഞ്ഞു, തിരഞ്ഞു പോയൊരിടയൻ. പണ്ടൊരു നാട്ടിലൊരിടയനുണ്ടായിരുന്നു, നൂറാടുള്ളൊരിടയൻ. ഒന്നിനെ നഷ്ടമായി പോയതറിഞ്ഞു, തിരഞ്ഞു പോയൊരിടയൻ. നാടിനൊരിടയനുണ്ടായിരുന്നു അല്ലേ? നമ്മുടെ ഇടയൻ ആരാ? യേശു നമ്മുടെ ഇടയനല്ലേ? അപ്പൊ യേശു പറയുന്നത് കേൾക്കാതെ അനുസരിക്കാതെ തെറ്റൊക്കെ ചെയ്ത് നടന്നാൽ യേശുവിന് ഇഷ്ടമാണോ? യേശുവിന് ഭയങ്കരമായിട്ട് ചങ്കു വേദന എടുക്കും ഇല്ലേ? അപ്പൊ നിങ്ങൾ നല്ല കൂട്ടുകാരാകത്തില്ലേ? യേശുപ്പച്ചന് ഇഷ്ടമുള്ള കൂട്ടുകാരാവും അല്ലേ? അപ്പൊ യേശുപ്പച്ചൻ നമ്മുടെ നല്ല ഇടയനായിട്ട് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ട്. കുട്ടിപ്പത്തിൽ വരുന്നവരെല്ലാം യേശുപ്പച്ചൻ നല്ല കുഞ്ഞാടുകളാണ്. ലക്ഷ്യത്തോടെ സാർ ഈ പാട്ട് എഴുതിയത്. അതെ അതെ. ഒരു നല്ല ക്ലാപ്പ് കൊടുത്ത്. അയ്യോ കിട്ടിയോ? പാട്ട് പഠിച്ചോ? തുടങ്ങി. പണ്ടൊരു നാട്ടിലൊരിടയനുണ്ടായിരുന്നു, നൂറാടുള്ളൊരിടയൻ. ഒന്നിനെ നഷ്ടമായി പോയതറിഞ്ഞു, തിരഞ്ഞു പോയൊരിടയൻ. അതിനകത്ത് പണ്ടൊരു നാട്ടിൽ ഒരു ഇടയൻ ഉണ്ടായിരുന്നു എന്നാണോ ഉണ്ടായിരുന്നു എന്നാണോ? ഉണ്ടായിരുന്നു. അങ്ങനെ തന്നെ പാടേ. പണ്ടൊരു നാട്ടിലൊരിടയനുണ്ടായിരുന്നു, നൂറാടുള്ളൊരിടയൻ. ഒന്നിനെ നഷ്ടമായി പോയതറിഞ്ഞു, തിരഞ്ഞു പോയൊരിടയൻ. സാറേ അവിടെ നിൽക്കുമ്പോഴേ സാറിന് ഏത് ഗ്രൂപ്പിലാണ് ഏറ്റവും കൂടുതൽ നല്ല പെർഫോമൻസ്? അയ്യോ അത് പറയാനുണ്ടോ? ഒന്നുമില്ല, മാറിയോ? അത് ഇവിടെയാണ്. അല്ല ഞാൻ ഇവിടെ നിൽക്കുമ്പോഴാണെന്ന് തോന്നുന്നു. ഒരു പ്രാവശ്യം റെഡി 1 2 3 സ്റ്റാർട്ട്. പണ്ടൊരു നാട്ടിലൊരിടയൻ. സാറേ ഞാൻ എന്റെ ഒരു ആഗ്രഹം പറഞ്ഞോട്ടെ. ഈ കുഞ്ഞുങ്ങളൊന്നും ഇനി പാടരുത്. ഇനി ഞങ്ങളുടെ ചുറ്റിനും വൻമതിൽ പോലെ നിൽക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾ മാത്രം ഇത് പാടാൻ പോവാണ്. പണ്ടത്തെ കുഞ്ഞുങ്ങള്. അതാ ഇവരെ പൊട്ടിക്കോ? അവരെ പൊട്ടിക്കും. തമ്പരാൻ അറിയാം പൊട്ടിക്കോ എന്ന്, എന്തോ പൊട്ടുമെന്നും അറിയാം. ശരി, കുഞ്ഞുങ്ങൾ ആരും പാടല്ല, മാതാപിതാക്കളും മാത്രമേ ഇത് പാടാവൂ. റെഡി 1 2 3 സി. മതി
അതെന്താണെന്നറിയോ സാറേ, പലരുടെയും കയ്യിൽ പാട്ടുപുസ്തകം ഇല്ല. പാട്ടുപുസ്തകം ഒന്ന് മേടിച്ച് ഒന്ന് വായിച്ചാൽ സുഖമായിട്ട് പെട്ടെന്ന് പാടാം. അപ്പോഴേ ഈ വൻമതില് പോലെ നിൽക്കുന്ന മാതാപിതാക്കളും കുഞ്ഞുങ്ങളും ചേർന്ന് ഒരു പ്രാവശ്യം എമിറേറ്റ്സിന്റെ ഭാഗത്ത് നിന്ന പേരൻസ് ആണ് നന്നായിട്ട് പാടിയത്. ഈ സൈഡിലെ സൗണ്ട് കൂടുതൽ, അതുകൊണ്ട് ഇവർക്ക് തന്നെ കൂടുതലാണ്. ഈ സൈഡിൽ നിന്നവര് അവര് പാടുന്നത് നോക്കിക്കൊണ്ടുവന്നു. ശ്രോതാക്കളെ എനിക്ക് തോന്നുന്നു അവര് രണ്ടാമത് പാടാനിരുന്ന, പക്ഷെ അത് രണ്ടാമത് അവര് തന്നെ കൊണ്ടുപോയി. അപ്പൊ ഇവർക്ക് തന്നെ ഒരു അവസരം കൊടുത്തു സാറേ. ഇങ്ങനെ രാവിലെ ഈ സൈഡിൽ ഇവിടെ വരെ. അതെ അവരെ വരെ 1 2 3 4. എന്താ സാറേ? കണ്ടോ അവിടെ വളരെ ലൗഡായിട്ട് പാടുന്ന ഈ ഭാഗത്താണ് ഇവര് വളരെ ഗ്രേസ്ഫുൾ ആയിട്ട് പാടുന്നത്. ഓക്കെ. അപ്പൊ നമ്മൾ ഇനി അടുത്ത പ്രാവശ്യം ഇത് വിത്ത് മ്യൂസിക് പാടുമ്പോൾ ഇതിന് മനോഹരമായിട്ടുള്ള ഒരു ആക്ഷൻ ഉണ്ട്, അത് നമ്മൾ ചെയ്യും. Everybody clap. ഇത്രയുള്ള ക്ലാപ്പിന്റെ സൗണ്ട്. പണ്ടൊരു നാട്ടിലൊരിടയനുണ്ടായിരുന്നു, നൂറാടുള്ളൊരിടയൻ. ഒന്നിനെ നഷ്ടമായി പോയതറിഞ്ഞു തിരഞ്ഞു പോയൊരിടയൻ. പണ്ടൊരു നാട്ടിലൊരിടയനുണ്ടായിരുന്നു, നൂറാടുള്ളൊരിടയൻ. ഒന്നിനെ നഷ്ടമായി പോയതറിഞ്ഞു തിരഞ്ഞു പോയൊരിടയൻ. കണ്ടുകിട്ടി സന്തോഷമായി തിരികെ വന്നൊരിടയൻ. കൂട്ടുകാരോടും നാട്ടുകാരോടും സന്തോഷം പങ്കിട്ടൊരിടയൻ. കണ്ടുകിട്ടി സന്തോഷമായി തിരികെ വന്നൊരിടയൻ. കൂട്ടുകാരോടും നാട്ടുകാരോടും സന്തോഷം പങ്കിട്ടൊരിടയൻ. പണ്ടൊരു നാട്ടിലൊരിടയനുണ്ടായിരുന്നു, നൂറാടുള്ളൊരിടയൻ. ഒന്നിനെ നഷ്ടമായി പോയതറിഞ്ഞു തിരഞ്ഞു പോയൊരിടയൻ. പണ്ടൊരു നാട്ടിലൊരിടയനുണ്ടായിരുന്നു, നൂറാടുള്ളൊരിടയൻ. ഒന്നിനെ നഷ്ടമായി പോയതറിഞ്ഞു തിരഞ്ഞു പോയൊരിടയൻ. കൂട്ടരെ നമ്മളെ നഷ്ടമാകുമ്പോൾ ചങ്കുവിടയുന്ന ദൈവം. സ്വന്തം ജീവൻ തന്നു നമ്മളെ വീണ്ടൊരു സ്നേഹവാനായൊരു ദൈവം. കൂട്ടരെ നമ്മളെ നഷ്ടമാകുമ്പോൾ ചങ്കുവിടയുന്ന ദൈവം. സ്വന്തം ജീവൻ തന്നു നമ്മളെ വീണ്ടൊരു സ്നേഹവാനായൊരു ദൈവം. നല്ലിടയനായ ദൈവം. പണ്ടൊരു നാട്ടിലൊരിടയനുണ്ടായിരുന്നു, നൂറാടുള്ളൊരിടയൻ. ഒന്നിനെ നഷ്ടമായി പോയതറിഞ്ഞു തിരഞ്ഞു പോയൊരിടയൻ. പണ്ടൊരു നാട്ടിലൊരിടയനുണ്ടായിരുന്നു, നൂറാടുള്ളൊരിടയൻ. ഒന്നിനെ നഷ്ടമായി പോയതറിഞ്ഞു തിരഞ്ഞു പോയൊരിടയൻ. ഇത്രയേ ഉള്ളൂ. ആക്ഷൻ ഇഷ്ടമായ എന്തോ സാറേ? ഇന്നലെ കിട്ടിയ ഇടിയുടെ വാക്കിയാന്ന് തോന്നുന്നു. എന്തുവാ നല്ലപോലെ കളിച്ചിട്ടൊന്നും കൈ അടിച്ചില്ല. അടുത്ത് നിന്ന് നമ്മൾ പേടിച്ചു പോയല്ലോ. ഇങ്ങനെ പോരാ, നല്ല ക്ലാപ്പ് വേണം, നല്ല ക്ലാപ്പ് വേണം. കളിച്ചില്ലല്ലേ, ഇത്ര പോരാ. റെഡി? പാട്ട് പഠിച്ചു, ആക്ഷൻ പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഓൾ സ്റ്റാൻഡ് അപ്പ്. നമുക്ക് ഒരുമിച്ച് ചെയ്യാം. എല്ലാവരും നന്നായിട്ട് ചെയ്യുക. ആക്ഷൻസ് പണ്ടൊരു നാട്ടിലൊരിടയനുണ്ടായിരുന്നു, നൂറാടുള്ളൊരിടയൻ. ഒന്നിനെ നഷ്ടമായി പോയതറിഞ്ഞു തിരഞ്ഞു പോയൊരിടയൻ. പണ്ടൊരു നാട്ടിലൊരിടയനുണ്ടായിരുന്നു, നൂറാടുള്ളൊരിടയൻ. ഒന്നിനെ നഷ്ടമായി പോയതറിഞ്ഞു തിരഞ്ഞു പോയൊരിടയൻ. കണ്ടുകിട്ടി സന്തോഷമായി തിരികെ വന്നൊരിടയൻ. കൂട്ടുകാരോടും നാട്ടുകാരോടും സന്തോഷം പങ്കിട്ടൊരിടയൻ. കണ്ടുകിട്ടി സന്തോഷമായി തിരികെ വന്നൊരിടയൻ.
കൂട്ടുകാരോടും നാട്ടുകാരോടും സന്തോഷം പങ്കിട്ടൊരിടയൻ. പണ്ടൊരു നാട്ടിലൊരിടയൻ ഉണ്ടാർന്നു, നൂറാടുള്ളൊരിടയൻ. ഒന്നിനെ നഷ്ടമായി പോയതറിഞ്ഞു തിരഞ്ഞു പോയൊരിടയൻ. പണ്ടൊരു നാട്ടിലൊരിടയൻ ഉണ്ടാർന്നു, നൂറാടുള്ളൊരിടയൻ. ഒന്നിനെ നഷ്ടമായി പോയതറിഞ്ഞു തിരഞ്ഞു പോയൊരിടയൻ. നമ്മളെ നഷ്ടമാകുമ്പോൾ ചങ്കു പിഴയുന്ന ദൈവം, സ്വന്തം ജീവൻ തന്നു നമ്മളെ വീണ്ടൊരു സ്നേഹവാനായ ഒരു ദൈവം. കൂട്ടരെ നമ്മളെ നഷ്ടമാകുമ്പോൾ ചങ്കു പിഴയുന്ന ദൈവം, സ്വന്തം ജീവൻ തന്നു നമ്മളെ വീണ്ടൊരു സ്നേഹവാനായ ഒരു ദൈവം. നല്ലിടയനായ ദൈവം. പണ്ടൊരു നാട്ടിലൊരിടയനുണ്ടായിരുന്നു, നൂറാടുള്ളൊരിടയൻ. ഒന്നിനെ നഷ്ടമായി പോയതറിഞ്ഞു തിരഞ്ഞു പോയൊരിടയൻ. പണ്ടൊരു നാട്ടിലൊരിടയനുണ്ടായിരുന്നു, നൂറാടുള്ളൊരിടയൻ. ഒന്നിനെ നഷ്ടമായി പോയതറിഞ്ഞു തിരഞ്ഞു പോയൊരിടയൻ. All right, sit down everybody. Are you comfortable? Check. Are you comfortable? Okay, ayo? Huh? Ready? People at the back, are you getting sufficient vitamin D? ഇഷ്ടം പോലെ വിറ്റാമിൻ ഡി കിട്ടുന്നുണ്ടോ പുറയിൽ നിൽക്കുന്നവർക്ക്? Oh yes. Yes. ഞാൻ ഇതിനകത്ത് ഇടയ്ക്ക് ഒന്ന് ഇത് ചെയ്യുന്നത്, ഒത്തിരി കുഞ്ഞുങ്ങൾ പുറകിൽ വെളിയിൽ നിൽക്കുന്നു. അത് സങ്കടമാണ്. നിങ്ങൾ കുഞ്ഞുങ്ങൾ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്താൽ ഇടയ്ക്ക് സ്ഥലമുണ്ട്, നിങ്ങൾക്ക് ഇവിടെ വന്നിരിക്കാനുള്ള സ്ഥലമുണ്ട്. പ്ലീസ് നിങ്ങൾ അതിനകത്ത് കോപ്പറേറ്റ് ചെയ്യണം. പേരൻസ് അതിനകത്ത് അവരെ ഒന്ന് ഡയറക്റ്റ് ചെയ്യണമെന്നുള്ളത് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. താങ്ക് യു. ഒരു കാര്യം കൂടെ പറഞ്ഞുകൊള്ളട്ടെ, നമ്മുടെ പാട്ടുകളുടെ റെക്കോർഡിംഗ് ഒക്കെ നിർവഹിച്ചത് DSMC സ്റ്റുഡിയോസിലാണ്. അതിന് സഹായിച്ചത് പ്രിയപ്പെട്ട ഉമ്മൻ കെ ജേക്കബ് അച്ഛൻ ഇവിടെയുണ്ട്, സ്റ്റാൻലി അച്ഛൻ, സ്റ്റീഫൻ അച്ഛനുണ്ട്. മിക്സിംഗിൽ സഹായിച്ചത് സ്റ്റീഫൻ എന്ന സ്നേഹിതൻ, ഓർക്കസ്ട്രേഷനെ സഹായിച്ചത് ഗോഡ്വിൻ ജിയോ സാബു. എല്ലാവരോടുള്ള നന്ദി വൃത്തി അറിയിക്കുന്നു. ഉമ്മൻ കെ ജേക്കബ് അച്ഛൻ ഇവിടെയുണ്ട്, അതേ സന്തോഷം. So, Vijin, what is the score? രാവിലെ ഭയങ്കര കട്ടയായിട്ടുള്ള മത്സരമായിരുന്നു. അതുകൊണ്ട് 2600 for Etihad. Etihad. Okay. പുറകിലല്ല, ഒരേപോലൊക്കെയാണെന്ന് പറയാൻ പറ്റില്ല. ഇവർക്ക് 2600. Oh, good. Okay, give a big round of applause for all of you participated. Okay. So, today also quickly we are going to get into the slide game. Are you ready? Yesterday, yes, Kuchama. Ready? ഒരു ചെറിയൊരു ഗെയിം ആണ്. Okay? From the past 3 days we have been playing some slide games. 3 ദിവസങ്ങളായിട്ട് നമ്മൾ കുഞ്ഞു കുഞ്ഞു ഗെയിംസ് ഇങ്ങനെ കളിച്ചുകൊണ്ടിരുന്നു. Okay, but basically those are brain teasers and mind games. അതെല്ലാം നമ്മുടെ ബ്രെയിൻ ഇങ്ങനെ ടെസ്റ്റ് ചെയ്യുന്ന ചില ബുദ്ധി ഒന്ന് ഷാർപ്പ് ആണോ ഇല്ലയോ എന്ന് നോക്കാനുള്ള ഗെയിംസ് ആയിരുന്നേ. All right, so yesterday who got the first question? ആദ്യത്തെ ചോദ്യം ആർക്കായിരുന്നു The boys. കിട്ടിയത്? Girls. ഇത്തിഹാദ്. Okay, Etihad. So today the boys, you will get the first question, okay? ഇന്ന് ബോയ്സിനാണ്. എമിറേറ്റ്സ്. In this slides, one slide for the boys, one slide for the girls. ഒരു സ്ലൈഡ് ബോയ്സിനും ഒരു സ്ലൈഡ് ഗേൾസിനായിരിക്കും. And the rule remains the same. അതിന്റെ നിയമം സെയിം ആണ്. If a question is asked to them, ഒരു ചോദ്യം ഇവരോട് ചോദിക്കുന്നുവെങ്കിൽ who should answer? ആരാ ഉത്തരം പറയേണ്ടത്? നിങ്ങളാ പറയേണ്ടത്. Say loudly. ആരാ പറയേണ്ടത്? ബോയ്സ് Okay. തന്നെ. If a question is asked to the girls, who's going to answer? ഇവരോട് ചോദിക്കുമ്പോൾ ആരാ ഉത്തരം പറയേണ്ടത്? Right. Okay, because girls have already paid the penalty for answering. ഗേൾസിന്റെ മാർക്സ് കുറച്ച് കുറഞ്ഞു പോയായിരുന്നു അവർ ഉത്തരം പറഞ്ഞപ്പോൾ, തെറ്റിപ്പോ. Not because they knew the answer. അവർക്ക് ഉത്തരം അറിയാം
എന്നതുകൊണ്ടല്ല അവർക്ക് മാർക്ക് Because പോയത്. girls were generous. അവരെ ഭയങ്കര ഔദാര്യമായിരുന്നു, അതുകൊണ്ട് അവർ മാർക്ക് അങ്ങോട്ട് കൊടുത്തേ. Okay, let's see. Boys, this is the slide. And in this slide, it's actually a Bible verse which you need to identify and tell me. If you don't tell me the reference, but if you at least tell me what verse, you will still get the points. Okay, are you ready? ആദ്യത്തെ ഈ ഒരു സ്ലൈഡില് വേദപുസ്തകത്തിന്റെ വാക്യങ്ങളാണ്. അതിന്റെ ഏത് ആ പുസ്തകം നിങ്ങൾ പറഞ്ഞില്ലെങ്കിലും അതിന്റെ ആ വാക്യം ഏതാണെന്ന് പറയണം. ഓക്കെ, റെഡി? Here we go. ശ്രദ്ധിച്ചു. Yes. Absolutely correct. Boys. Okay, Joe Micha forgot the gift. He will get it tomorrow. Don't worry. All right. So how many points, Rijin? How many points? 200 points. Okay. So the answer is, your word is a lamp unto my feet and a light unto my path. Psalms 119 verse 105. സങ്കീർത്തനം 119 105. നിന്റെ വാക്ക്, നിന്റെ വചനം എന്റെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമാകും. Okay, girls, did you get this? This is how it will be. Let's see the second one, okay? രണ്ടാമത്തെ. Girls ready? This is for the girls. Are you ready, girls? Here we go. Girls, I don't need the reference of which chapter and all. If you can just identify the verse, it's fine. അതേത് വാക്കാണ്? Come on, anybody raising hand? Anybody? ആർക്കെങ്കിലും? Do you remember any verse of a palm tree? Oh yes, tell. Absolutely correct. See, I have carved you on the palms of my hand. നോക്കുക, നിന്നെ എന്റെ കയ്യില് ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു. Girls, 200. Boys, ready? നിങ്ങളുടെ slide. Next one is for the boys. Now, boys, I believe I have around 12 slides. Okay, 10 to 12 slides. I will go one after the other. See those slides and try and identify one very important thing that the Lord Jesus taught us. 12 സ്ലൈഡ് ഏകദേശം ഉണ്ടെന്നാ തോന്നുന്നേ. പക്ഷെ അതെല്ലാം കാണിക്കുമ്പോൾ യേശു കർത്താവ് നമ്മളോട് ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം എന്താ പറഞ്ഞത് അതൊന്ന് നിങ്ങളൊന്ന് കണ്ടുപിടിക്കണം. റെഡി? Okay, let's see, boys. One after the other, the slides will come. Just look at the slide and try and identify what is that thing that the Lord Jesus taught us. Okay, this, right? Yes. ഇതെന്താന്ന് പറയാം? Absolutely correct. Absolutely correct. The Lord's Prayer. The Lord's Prayer. Yes, let's do that prayer. Okay, here we go. Our Father, who art in heaven, hallowed be your name. Your kingdom come. Your will be done on earth as it is in heaven. Give us this day our daily bread. Forgive us our sins as we forgive those who sin against us. Lead us not into temptation, but deliver us from all evil. For thine is the kingdom, power, and glory forever. Amen. Wow, that was really good, boys. Emirates, really good. Okay. Now, girls, are you ready? Girls ready? Okay, let's see. Here we go.
Ready, girls? I can't hear you. Ready? Okay, let's see. Okay, this is from the Old Testament. Okay, പഴയ നിയമത്തിൽ നിന്നാണ്. and a very, very significant prayer by a king. ഒരു രാജാവ് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയാണ്. Okay? Okay, it's kind of an exaltation, and it's his heart that is speaking out. അദ്ദേഹം ദൈവത്തെ ഇങ്ങനെ ആരാധിക്കുന്ന Okay. ഒരു പ്രാർത്ഥനയാണ്. Here we go. Ready? Yes. Anybody from the girls? Oh, you again. Yes. Psalms 23. Yes. Psalms 23. Can we say that Psalm 23, everybody? The Lord is my shepherd. I shall not be in want. He makes me lie down in green pastures. He leads me beside still waters. He restores my soul. Yes. Come on. Louder, come on. Yes. Can you say it loud? Louder, louder, louder. Even though I walk through the valley of shadow of death, I'll fear no evil, for your rod and your staff, they comfort me. You prepare a table before me in the presence of my enemies. Yeah, you anoint my head with oil, my cup runs over. Surely goodness and mercy shall follow me all the days of my life, and I will dwell in the house of the Lord forever. Give a big round of applause. Come on. That was really good. Okay, today we are going to learn 2 quick songs. Okay, are you ready? രണ്ട് പാട്ട് പാടാൻ റെഡിയാണോ? പഠിക്കാൻ. It is in your song number 18 and 19. It is English song. And then 19 is a Hindi song. The song says, My strong savior. Who's my savior? എൻ്റെ രക്ഷകൻ ആരാ? Come on, be louder. ഉറക്കെ. Yes, യേശു my കർത്താവ്. strong savior. He teaches me to when to speak, when to listen, and when to go slow. എൻ്റെ രക്ഷിതാവ് അല്ലേ എന്നെ പഠിപ്പിക്കുന്നു ഞാൻ എപ്പോൾ കേൾക്കണം, എപ്പോൾ സംസാരിക്കണം, എപ്പോൾ പോകണം. And when we listen to his word, അദ്ദേഹത്തിന്റെ വചനം നമ്മൾ ശ്രവിക്കുമ്പോൾ, when his Holy Spirit guides us, പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുമ്പോൾ, and when we are confident, നമുക്ക് ധൈര്യം വരുമ്പോൾ, because the Holy Spirit is inside of us, കാരണം പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട്, then we say, Here I am, send me, God. അന്നേരം നമ്മൾ പറയും, കർത്താവേ ഇതാ ഞാൻ, എന്നെ അയക്കണമേ. Because you are my solid rock. അങ്ങാണ് എൻ്റെ ശക്തിയുള്ള പാറ. That's what the song says. അതാണ് ആ പാട്ട് പറയുന്നത്. ഓക്കെ? Okay. So first time you're going to sing it, and we are going to do it with the action. All right? ആക്ഷനോട് കൂടി. ഓക്കെ? റെഡി? My strong Savior is teaching me to know when to speak, when to listen, when to go slow. My strong Savior is teaching me to be one to trust and say to him, Here I am, here I am, here I am, send me. I'm standing on the solid rock of Jesus. I'm standing on the solid rock of my Lord. I'm standing on the solid rock of Jesus. I'm standing on the solid rock of my Lord. Can you try singing with us? Here we go. My strong Savior is teaching me to know when to speak,
when to listen, when to go slow. One more time. My strong Savior is teaching me to be one to trust and say to Him, here I am. Come on. Here I am. Here I am. Send me. I'm standing on the solid rock of Jesus. I'm standing on the solid rock of my Lord. I'm standing on the solid rock of Jesus. I'm standing on the solid rock of my Lord. All right, are you ready? Ready? Yes. To confess, to proclaim that I am standing on the solid rock. Who is the solid rock? Come on, be loud. യേശു കർത്താവ് എന്ന പാറയിൽ Yes, നിൽക്കുന്നു എന്ന് Jesus. പറയാമോ? Yes. Ready? Right, here we go. One. Ready. Sit straight. Left. Two. Take a deep breath. ശ്വാസം എടുക്കുക. And three. Stand up. എഴുന്നേറ്റ്. Children standing at the back, would you please come forward? കുറേ നിൽക്കുന്നോട്ട് മുൻപോട്ട് നീങ്ങാം കേട്ടോ. മുൻപോട്ട് നിന്നോ. Here we go. Ready. My strong Savior is teaching me to know when to speak, when to listen, when to go slow. My strong Savior is teaching me to be one to trust and say to Him, here I am, here I am, here I am, send me. Here we go, everybody. I'm standing on the solid rock of Jesus. I'm standing on the solid rock of my Lord. I'm standing on the solid rock of Jesus. I'm standing on the solid rock of my Lord. Let's sing one more time. My strong Savior is teaching me to know when to speak, when to listen, when to go slow. My strong Savior is teaching me to be one to trust. Say to Him, here I am, here I am, here I am, send me. Here we go, everybody. I'm standing on the solid rock of Jesus. I'm standing on the solid rock of my Lord. Everybody. Solid rock of Jesus. I'm standing on the solid rock of my Lord. All right, sit down, sit down. So, due to the constraint of time, we are going ahead with the skit. We'll have the song tomorrow, okay? ആ പാട്ട് നാളെ പഠിപ്പിക്കാം. ഇപ്പൊ സ്കിറ്റ് ഒന്ന് കാണാം. ഓക്കെ? മീൻവൈൽ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. നമ്മുടെ CSSMന്റെ മുൻ ജനറൽ സെക്രട്ടറി ആയിരുന്ന ബഹുമാനപ്പെട്ട സാജൻ പി മാത്യു അച്ഛൻ ഈ യോഗത്തിൽ സംബന്ധിക്കുന്നു. ചില വർഷങ്ങൾക്ക് മുന്നമേ അച്ഛനാണ് ഈ സംഘടനയുടെ ചുമതല വഹിച്ചിരുന്നത്. അച്ഛൻ്റെ കാലത്താണ് കുട്ടിപ്പാട്ടുകൾ എന്ന നിങ്ങളുടെ കയ്യിലുള്ള പുസ്തകം ഒക്കെ അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഇപ്പോൾ അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. അച്ഛനെ പ്രത്യേകം സ്വാഗതം.
check. അങ്ങനെ ഫ്ലൈറ്റിൽ കയറിപ്പറ്റി എങ്ങനെയും എത്രയും പെട്ടെന്ന് അങ്ങ് ചെന്നാൽ മതി. വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരുന്നാൽ മതിയാണ്. ലേറ്റ് ആകാതിരുന്നാൽ മതിയാണ്. ഇതായിരുന്നു റോഡ് നടുവൊക്കെ. Good morning, ladies and gentlemen. This is your captain speaking. We are on a flight from Cochin to Maraman, and the time towards the journey is 1 hour 20 minutes. And we are going to cruise at an altitude of 35,000 feet. Sit back and relax. Of course, there are some bumpy turbulences that are going to come on the way, but we will look forward to have a pleasant journey. Thank you. As the safety instructions will be given to you, please fasten your seat belts. Make sure if you need extra seat belts, you can just ask. Okay. So we have our flight air hostess, Mrs. Jomi and Mrs. Bridgin, who are going to take care of your journey today. And we have the oxygen mask in case there are, during turbulence, if there is air pressure which is low, the oxygen mask will help you. First help yourself and then help your neighbor. Make sure you put your oxygen mask properly. In this plane there are 6 exits, 2 in the front, 2 in the center, and 2 at the back. We are on our runway. We are going to take off. Sit back and relax. ഇതൊക്കെ എന്തുവാ അടിപൊളി. ഇനി എന്തൊക്കെയോ പ്രശ്നങ്ങൾ വരാൻ പോകുന്നതല്ലേ അനൗൺസ് ചെയ്തേ. റോഡില് ഇങ്ങോട്ട് എന്തൊരു കുലുക്കുമായിരുന്നു അറിയാം. കാറേ വന്നിട്ട് നടുവൊക്കെ ഒഴിഞ്ഞു. ഇതിനകത്ത് പോകുമ്പോൾ കുഴപ്പമൊന്നുമില്ലാതെ കുലുക്കൊന്നുമില്ലാതെ പോകാൻ. നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നല്ല സൂപ്പർ പൈലറ്റാ ഇതിനകത്ത്. നല്ല അടിപൊളി പൈലറ്റാ. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. വി ആർ ഇൻ സേഫ് ഹാൻഡ്സ്. നിങ്ങൾക്കറിയാമോ? എനിക്കറിയത്തില്ല. പിന്നെ എങ്ങനെ പറയാൻ പറ്റുന്നത്? അല്ല, സൂപ്പർ പൈലറ്റാ. അല്ലെങ്കിൽ ഇത്ര വലിയ ഫ്ലൈറ്റ് ഒക്കെ കൊടുക്കൂ. ഓ ശരി ശരി. സോജ്, രജീഷ്, എങ്ങോട്ടാ പോന്നെ? ഈ ഫ്ലൈറ്റ് എങ്ങോട്ടാ? ആരാമാണ്? ഞാനങ്ങോട്ടാ. ഓ അങ്ങോട്ടാ പോകുന്നത് അല്ലേ?
Ladies and gentlemen, we are facing some turbulent situation, but fasten our seat belts and relax. You are in safe hands. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ നല്ല സൂപ്പർ പൈലറ്റാ, ഇല്ലെങ്കിൽ ഇന്ന് കടലിൽ കിടന്നേനെ. ഇതെന്നാ? ബൈബിള്. ഓ, നിങ്ങള് ആ ആളല്ലേ? ഓ, ഒന്നുമില്ല. എന്താ പറഞ്ഞു? നിങ്ങള് മാരാമണ്ണ് ചെന്നിട്ട് എങ്ങോട്ടാ പോകുന്നത്? ഞങ്ങളുടെ ആ ടൗണിലെ നല്ലൊരു ഹോസ്പിറ്റലുണ്ട്. എൻ്റെ അപ്പായിക്ക് നാളെ ഒരു സർജറി ഉണ്ട്. അവിടെ നല്ലൊരു സർജനുണ്ട്. അവിടെ ചെന്ന് ചെയ്യാമെന്നാ വിചാരിക്കുന്നത്. നല്ല ഹോസ്പിറ്റൽ അല്ലേ? നല്ല ഹോസ്പിറ്റൽ, നല്ല ഈ ഹോസ്പിറ്റൽ. സർജനെ നിങ്ങൾക്ക് അറിയാമോ? എനിക്കറിയത്തില്ല, കണ്ടിട്ടില്ല. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോൾ റിവ്യൂ കിടപ്പുണ്ട്. നല്ല സർജനാ, കുഴപ്പമൊന്നുമില്ല. അദ്ദേഹത്തെ വിശ്വസിക്കുന്നുണ്ട്? ഞാൻ വിശ്വസിക്കുന്നു. അതിന് അങ്ങനെ ചോദിക്കാനുള്ള കാര്യം എന്താ? അല്ല, ചോദിച്ചേ. ആ, എയർപോർട്ടിലേ ഇറങ്ങി കഴിഞ്ഞിട്ട് എങ്ങനെ പോകുന്നത്? അവിടെ ഒരു ടാക്സി ഡ്രൈവറിനെ ക്രമീകരിച്ചിട്ടുണ്ട്. നേരത്തെങ്ങാണോ വന്നോ വീടേ എന്തോ. ഇത് ഛർദിക്കുവാണോ മരിക്കുവാണോ? ഇതെല്ലാം കൂടെ കഴിച്ചിട്ട് വയറ് നിറച്ചിട്ടാ ഫ്ലൈറ്റിലോട്ട് കയറുന്നത്. ഓ, വാട എടുക്കുക. ആ പുള്ളി എങ്ങോട്ടൊന്ന് കൊണ്ടുപോവോ? വല്ലാത്ത സ്മെല്ല്. അവിടെ നല്ലൊരു ഡ്രൈവറിനെ ഒപ്പിച്ചിട്ടുണ്ട്. നല്ല സൂപ്പർ ഡ്രൈവറാ. അതുകൊണ്ട് എനിക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് അറിയാവുന്ന ആളാ? എനിക്കറിയത്തില്ല, എന്റെ കൂട്ടുകാരനാ ക്രമീകരിച്ചേക്ക്. നല്ല ഡ്രൈവറാന്നാ പറഞ്ഞേ. ഓ, നിങ്ങൾ കണ്ടിട്ടില്ല? ഞാൻ കണ്ടിട്ടില്ല. ഓ, അപ്പൊ നിങ്ങൾ ഡ്രൈവറിനെ കണ്ടിട്ടില്ല? കണ്ടിട്ടില്ല. ചോദിക്കാനുള്ള കാര്യം? അല്ല, ഒന്നുമില്ല, ചോദിച്ചതേ ഉള്ളൂ. അയ്യോ, ദൈവമേ, അതോടെ നല്ല പൈലറ്റ് ആണെന്നൊക്കെ പറഞ്ഞത് വല്ലാത്ത അവസ്ഥയാണ്. ദൈവമേ രക്ഷിക്കണേ. അയ്യോ ദൈവമേ, അതോടെ അതെ, ഇത് മാരാമണ്ടെത്തുമെന്ന് തോന്നില്ല. ദൈവമേ, നിങ്ങൾ ആ പൈലറ്റിനെ വിളിക്കുക. എന്തിനാ ദൈവത്തെ വിളിക്കുന്നത്? അതിനെന്താ? ഞാൻ ദൈവത്തെ വിളിച്ചാൽ നിങ്ങൾ പൈലറ്റിനെ വിളിക്കുക, അല്ലെങ്കിൽ ആ ഡോക്ടറെ വിളിക്കുക. നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ, നിങ്ങൾക്ക് ഭയങ്കര വിശ്വാസമാണല്ലോ. ഡോക്ടറെ വിളിക്കുക. നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അല്ല, നിങ്ങളെ ഡ്രൈവറല്ലേ, നിങ്ങൾ ഭയങ്കര വിശ്വാസമാണല്ലോ. പുള്ളി നിങ്ങളെ കൃത്യമായിട്ട് കൊണ്ടുപോകുന്നൊക്കെ കണ്ടിട്ട് പോലും ഇല്ലല്ലോ. നിങ്ങൾ പറഞ്ഞു വരുന്നത് എന്തോ അത് കൃത്യമായിട്ട് പറഞ്ഞാട്ടെ. ഞാൻ ഇവിടെ ബൈബിള് വായിച്ചപ്പോ നിങ്ങൾ എന്താ പറഞ്ഞത്? നിങ്ങൾ കാണാത്ത ദൈവത്തെ എന്തിനാ വിശ്വസിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പൊ ഈ കാണാത്ത പൈലറ്റിനെ നിങ്ങൾക്ക് വിശ്വാസമാണ്, നിങ്ങൾ കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല അദ്ദേഹത്തെ. ആ ഡോക്ടറെ നിങ്ങൾ, ആ സർജനെ നിങ്ങൾ കണ്ടിട്ടില്ല, സർജനെ പറ്റി കേട്ടിട്ടേ ഉള്ളൂ അല്ലേ? ആ ഡ്രൈവറെ നിങ്ങൾ കണ്ടിട്ടില്ല, കൂട്ടുകാരൻ പറഞ്ഞുള്ള അറിവല്ലേ ഉള്ളൂ. അപ്പൊ കണ്ടിട്ടില്ലാത്ത ദൈവത്തെ വിശ്വസിച്ചാൽ എന്താ കുഴപ്പം? ഓ, അതാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? അപ്പം ദൈവമാണോ നമ്മളെല്ലാം നോക്കുന്നത്? നമ്മൾ ഈ ഫ്ലൈറ്റിൽ യാത്ര ചെയ്തപ്പോഴും നമ്മൾ എവിടെ ആയിരിക്കുമ്പോഴും ദൈവമാണ് നമ്മളെ കാത്തു പരിപാലിക്കുന്നത്. നമുക്ക് വേണ്ടി അവന്റെ ജീവൻ തന്ന് നമ്മളെ രക്ഷിച്ചത് യേശു കർത്താവാണ്. അപ്പൊ യേശു കർത്താവാണ് നമ്മൾ എവിടെയായിരുന്നാലും നമ്മുടെ രക്ഷകനായിട്ട് നമ്മുടെ കൂടെയുള്ളത്. അപ്പൊ യേശു കർത്താവിനെ നമ്മൾ വിശ്വസിക്കും. നിങ്ങൾ കണ്ടിട്ടില്ലാത്ത മറ്റുള്ളവരെ വിശ്വസിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും യേശു കർത്താവിനെ വിശ്വസിക്കണം. അവനാണ് നമ്മുടെ രക്ഷകൻ. കൂട്ടുകാരെ, നിങ്ങൾ എന്റെ കണ്ണ് തുറപ്പിച്ചു, നന്ദിയുണ്ട്. താങ്ക് യു. Ladies and gentlemen, we have landed at Maraman Airport. കുഴപ്പമില്ലാതെ The temperature here is 27 degrees. Have a pleasant flight, have a pleasant journey, and we look forward to meet you again. Goodbye.
Right. We are here for day 4 of MA 419. MA 419 എന്ന യാത്രാ വിമാനത്തിന്റെ 4ാമത്തെ ദിവസത്തെ നമ്മൾ എത്തിയിരിക്കുന്നു. All right. Okay. Or anybody who's here from day 1. ആദ്യത്തെ ദിവസം മുതൽ ഇവിടെ ഉണ്ടായിരുന്ന കുഞ്ഞുങ്ങൾ Day 1, day 1. From the boys, from the boys. Day 1. ബോയ്സിന്റെ സൈഡിൽ. Okay, Emirates. Okay. Right. You, the boy, maroon shirt. മെറൂൺ ഷർട്ട് ഇട്ട മോൻ. Can you tell me what is MA 419? MA 419 എന്തുവാന്ന് പറയാമോ? മത്തായി 4:19. അതെന്താ? അതെന്തുവാ? എന്നെ അനുഗമിക്കുക. Right? Anybody? Oh, you tell. Yeah. എന്റെ പിന്നാലെ വരുവിൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. വെരി ഗുഡ്. Very good. Matthew 4:19 says, "Come follow me and I will make you fishers of men." മത്തായി 4:19 നമ്മൾ കണ്ടു. എന്നെ അനുഗമിക്കാൻ ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. Now from the girls, ഇപ്പോ ഗേൾസിന്റെ tell me the last 3 days title. 3 ദിവസത്തെ ആ മെയിൻ പോയിന്റ്, ആ ടൈറ്റിൽ. Day 1, day 2, Day day 1, 3. Day 2, Day 3 day. 3 days Main title. title. The sub themes. ആ തീം എന്തുവാ? അതിന്റെ Come on, girls. What is the first day? Yes. യാത്രയിൽ ആദ്യം കാണുന്ന എന്തുവാ? Yeah. വെൽക്കം. Yes. Welcome aboard. Security check. Boarding pass. And that's what we saw. Welcome aboard was day 1. Security check. Day 2. And boarding pass. Day 3. This is for those who are coming for the first time today for the Kuttipandal. കുട്ടിപ്പന്തലിലേക്ക് ആദ്യമായിട്ട് വരുന്നവർക്ക് വേണ്ടി ആദ്യത്തെ ദിവസം സ്വാഗതം, വിമാനയാത്രയിലേക്ക് സ്വാഗതം. 2ാമത്തെ ദിവസം ഒരു സെക്യൂരിറ്റി ചെക്ക് ഉണ്ട്, പരിശോധനയ്ക്ക് വേണ്ടി നമ്മൾ വിധേയമാകുന്നു. 3ാമത്തെ ദിവസം നമ്മൾ കണ്ടു, നമുക്ക് യാത്ര ചെയ്യണമെങ്കിൽ നമുക്ക് ബോർഡിംഗ് പാസ് വേണം. അതില്ലാതെ യാത്ര Now, as you saw in the skit, the safety instructions which was given. നമ്മൾ സ്കിറ്റിൽ കണ്ടതുപോലെ നിങ്ങൾക്ക് സുരക്ഷിതമായിട്ട് പോകാനുള്ള കുറെ നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു. About the instructions about the exit and all. കുറെ നിർദ്ദേശങ്ങളുണ്ട്, എവിടെ ഇറങ്ങാൻ സാധിക്കും. But in the journey with God, പക്ഷെ ദൈവത്തോടുള്ള യാത്രയിൽ there are no emergency exits. അങ്ങനത്തെ പെട്ടെന്ന് അടിയന്തരമായ ഒരു പുറത്തോട്ട് പോകാനുള്ള ഒരു കാരണം ഉണ്ടാകുന്നേ. God is in complete control of us. ദൈവം പൂർണ്ണമായിട്ട് കൺട്രോളിലാണ്. Because we have surrendered ourselves. കാരണം നമ്മൾ പൂർണ്ണമായിട്ട് ദൈവത്തിലേക്ക് സമർപ്പിച്ചിരിക്കുക. We saw how the oxygen mask instruction was given. നമ്മൾ കണ്ടു ഓക്സിജൻ ശ്വാസം മുട്ടുന്നുവെങ്കിൽ ഓക്സിജൻ മാസ്ക് ഇടുന്ന We saw the waist belt. നമ്മൾ കണ്ടു നമ്മുടെ ചുറ്റും ഇടേണ്ട ആ ബെൽറ്റ് എങ്ങനെയാ ഉപയോഗിക്കേണ്ടത്. In our journey with God, പക്ഷെ നാം ദൈവത്തോടുള്ള യാത്ര in the journey with God, we have something what is called that the belt of truth. ദൈവത്തോടുള്ള യാത്രയിൽ നമുക്കൊരു ബെൽറ്റ് ഉണ്ട്. ആ ബെൽറ്റിന്റെ പേര് സത്യത്തിന്റെ And the word. ദൈവവചനം. What is the word? The Bible that we have, the word of God. Isn't it? അതാണ് നമ്മുടെ ബെൽറ്റ്. ഓക്കേ, The word of God. Right? And as we look into the journey further, I don't know whether it will come or not, but I'm not going to waste time. Let's continue. You can see the people behind you. So then when you sit down, you sit and relax in this journey. നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഇരുന്ന് ശാന്തമായിട്ട് നമ്മൾ ഇരിക്കുമ്പോൾ You have some goosebumps പക്ഷെ എന്തോ മനസ്സിൽ ഒരു ഭയമൊക്കെ ഉണ്ട്. because you are going to cruise high altitude. വളരെ ഉയരത്തിലേക്ക് നമ്മൾ പറന്നു പോകാൻ പോകും. And you saw the flight journey take off. വിമാനം വിടുന്നത് നമ്മൾ കണ്ടില്ലേ. And then the captain says, sit back and relax. We are at the altitude of 35,000 feet. എന്നിട്ട് ക്യാപ്റ്റൻ പറയുന്നു, നിങ്ങൾ ഉയരത്തിലേക്ക് വന്നിരിക്കുന്നു, നിങ്ങൾ ഒന്നും ഭയപ്പെടാതെ ഇരുന്നു. And then there the food is being served. അവിടെ എയർപോർട്ടിൽ വന്ന് നമുക്ക് ഭക്ഷണം തരുന്നു. If you want food, if you want tea, if you want coffee, what all things. എന്ത് വേണേലും, ചായ വേണോ, കാപ്പി വേണോ, കോഫി വേണോ, എല്ലാം ഉണ്ട്.
But in this journey, the pilot also announces about the turbulent situation that are going to come. പക്ഷേ ആ യാത്രയിൽ പൈലറ്റ് പറയല്ലേ, ക്യാപ്റ്റൻ പറയുന്നുണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഒലിച്ചിലൊക്കെ ഉണ്ടാകാമായിരിക്കും. What is a turbulence? അതെന്തുവാ ഈ ഒലിച്ചിലെന്തോ? Turbulence are basically air pockets. ശരിക്കും പറഞ്ഞാൽ ഈ പ്ലെയിൻ ഇങ്ങനെ കുലുങ്ങുന്നത് എന്തുകൊണ്ട്? കാരണം അവിടുത്തെ ആ വായുവിന്റെ ചിലപ്പോൾ ഇത്ര സ്പീഡിലായിരിക്കും വായു. So when a flight enters the air pocket, വിമാനം അതിനകത്തോട്ട് കയറുമ്പോൾ so there is a little jerk, ചെറുതായിട്ടൊന്ന് അനുഭവം. there's a little shake. അതങ്ങ് എങ്ങനെ കുലുങ്ങും? That's a shake. That is what turbulence is all about. അതാണ് ഈ ബുദ്ധിമുട്ട്, യാത്രയിൽ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് അതാണ്. Because we cannot predict what is happening outside. വെളിയിൽ എന്തോ സംഭവിക്കുന്നത് നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാൻ സാധ്യമല്ല. But we are in that flight journey, and the captain's voice is the only hope that we hear for us. പക്ഷേ ആ യാത്രയിൽ നമുക്ക് ആശ്വാസം നൽകുന്നത് ക്യാപ്റ്റന്റെ ആ ശബ്ദം മാത്രമാണ്. That's the only voice that gives us hope. ആ ശബ്ദം മാത്രമാണ് നമുക്ക് പ്രതീക്ഷ, പ്രത്യാശ In നൽകുന്നത്. those turbulent situations. ആ പ്രയാസമുള്ള ഘട്ടത്തിൽ ക്യാപ്റ്റന്റെ ശബ്ദമാണ് നമുക്ക് സമാധാനം നൽകുന്നത്. In our life journey, there are a lot of turbulent situations that come. നമ്മുടെ ജീവിത യാത്രയിലും ഇങ്ങനത്തെ കുറേ തടസ്സങ്ങളുണ്ടാവും. There are lots of ups and downs that happen. ഒത്തിരി ഉയർച്ച താഴ്ചയുള്ള അനുഭവങ്ങൾ നമുക്കുണ്ടാവും. Sometimes we feel low. ചിലപ്പം നമുക്ക് സുഖം തോന്നും. Sometimes we are high in spirit. ചിലപ്പോൾ ഭയങ്കര സന്തോഷമാണ്. Sometimes we are in between. ചിലപ്പോൾ നമ്മൾ ഇരയ്ക്കുന്ന ഒരു അനുഭവം. Sometimes we are so sad. We are so dejected, discouraged. ചിലപ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം. എനിക്ക് ഒന്നിനും ഒരു ഇഷ്ടമില്ലാന്ന് തോന്നും. What we do in those situations? പക്ഷേ ആ ഒരു സമയത്ത് നമ്മൾ Who is our captain in those situations of our life? ആ സമയത്ത് നമ്മുടെ ക്യാപ്റ്റൻ ആരാ? തടസ്സം നേരിടുമ്പോൾ ആ സമയത്ത് യേശു കർത്താവിന്റെ ശബ്ദം നമ്മൾ കേൾക്കാറുണ്ടോ? Because we are so desperate. നമ്മൾ ആ സമയത്ത് ഇങ്ങനെ പ്രയാസപ്പെട്ട് ഇരിക്കുന്ന സമയത്ത് We are so hurt. അത്രമാത്രം നമുക്ക് പ്രയാസമുണ്ടാകും. We are in pain. വളരെ വേദന ഉണ്ടാകുമ്പോൾ But we are unable to hear the voice of God. പക്ഷെ നമുക്ക് ആ സമയത്ത് ചിലപ്പം ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ We are unable to hear captain's voice. ക്യാപ്റ്റന്റെ ശബ്ദം നമുക്ക് കേൾക്കാൻ സാധിക്കത്തില്ല. Because there are thousands and thousands of words that are coming into our ears. കാരണം 1000 വാക്കുകൾ നമ്മുടെ ചെവിയിലോട്ട് ഇങ്ങനെ മന്ത്രിച്ചുകൊണ്ട്. For example, if you have done something wrong, എന്തെങ്കിലും നിങ്ങൾ തെറ്റ് ചെയ്തു, you have failed, നിങ്ങൾ തോറ്റെങ്കിൽ, you have done this which is miserable, നിങ്ങൾ ചെയ്യേണ്ടാത്ത കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ there will be a voice saying you are good for nothing. അപ്പോൾ ഒരു ശബ്ദം പറയും നിന്നെ കൊണ്ട് ഒരു കാര്യത്തിനും കൊള്ളത്തില്ല. You are weak. നീ വളരെ ക്ഷീണിതനാണ്. Nobody would want you. ആർക്കും നിന്നെ Even God has disowned you. ആ ദൈവം പോലും നിന്നെ വേണ്ടെന്നാണ്. Are you going to listen to that voice or the voice? അതാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്, അല്ല ദൈവത്തിന്റെ വചനമാണ്. Or the voice which says, I am. ഏത് ശബ്ദമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്? ആ ശബ്ദമാണ് മറ്റുള്ളവർ പറയുന്നതാണോ ഞാൻ നിന്നോട് കൂടെ ഉണ്ട് എന്ന് പറയുന്ന ദൈവത്തിന്റെ ശബ്ദം. With my righteous right hand. ഞാൻ നിന്നെ എന്റെ നീതിയുള്ള വലം കൈ കൊണ്ട് നടത്തും. It is very important that we sit at the feet of the Lord and listen. ഏറ്റവും പ്രാധാന്യമുള്ളത് നമ്മൾ യേശു കർത്താവിന്റെ പാദപീഠത്തിൽ നിന്ന് നമ്മൾ കേൾക്കുന്നതാണ്. The world around us, നമ്മുടെ ലോകം, ചുറ്റുമുള്ള ലോകം, a lot of traps ഒരുപാട് കെണികൾ ഒരുക്കിയിട്ടുണ്ട് to attract നമ്മളെ അങ്ങോട്ട് വലിക്കാനായി. young lives, ചെറിയ കൊച്ചു ജീവിതങ്ങളെ വലിക്കാൻ, to show you many glamorous things, ഒത്തിരി മനോഹരമായ കാര്യം അവർ ചിലപ്പോൾ ഒന്ന് കാണിക്കും നമ്മളെ. to show you many glamorous things. So now, just quickly tell you 2 stories. I am still going to continue 2 stories, but let me see. I'll take maybe 5 minutes extra. Is that okay? ഒരു 5 മിനിറ്റ് എക്സ്ട്രാ എടുക്കും. Because there was a power failure. So there was the hunter who laid a trap to catch an animal. ഒരു വേട്ടക്കാരൻ
ഒരു കുറച്ച് ആനിമൽസിനെ അല്ലേ പിടിക്കാൻ വേണ്ടി ഒരു ട്രാപ്പ് ഉണ്ടാക്കി, കെണി ഉണ്ടാക്കി. And he covered it with nice green grass and beautiful flowers. അത് തറയില് നല്ല പച്ചപ്പ് അദ്ദേഹം അങ്ങോട്ട് വിരിച്ചിട്ടു. പക്ഷെ അതിന്റെ അടിയിൽ കുഴിയാണേ. But when he was laying the trap, അദ്ദേഹം അത് ഇങ്ങനെ കെണി ഒരുക്കുന്ന സമയത്ത് our elephant uncle saw that. ഒരു ആന അങ്കിൾ അത് കണ്ടു. Very good, Kochama. Thank you. And he saw that. അദ്ദേഹം അത് കണ്ടു. And he said, oh, I have to go and inform all the animals in the jungle that they may not go to that side. അയ്യോ, എനിക്ക് മാറ്റി മൃഗങ്ങളോടെല്ലാം പറയണം, അല്ലെങ്കിൽ അവർ ഇതിനകത്ത് വീണു പോകും. And as he was moving towards that side, അദ്ദേഹം അങ്ങോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ he came across this little Nadia, നാഡിയ എന്ന് പറഞ്ഞു ചെറിയ മാൻ കുട്ടിയെ കണ്ടു. a mischievous deer, നോട്ടിയ, വളരെ വഴക്കാളിയ, not listening, ഒന്നും കേൾക്കത്തില്ല, want to do what she wants to do. അവർക്ക് ചെയ്യാനുള്ളത് മാത്രമേ ചെയ്യത്തുള്ളൂ. And here comes Uncle Elephant. അപ്പോഴാ ആന അങ്കിൾ അതുവഴി വരുന്നേ. And he comes and says, hey Nadia, where are you going? അപ്പൊ നാഡിയ ചോദിച്ചത്, ഹേ നാഡിയ, എങ്ങോട്ടേ പോകുന്നേ? Uncle, I'm going outside to play with my friends. Uncle. അങ്കിൾ ഞാൻ എന്റെ കൂട്ടുകാരോട്ട് കളിക്കാനായിട്ട് അങ്ങോട്ട് പോവാ. No, you are not going there. വേണ്ട, അങ്ങോട്ട് പോവാൻ പാടില്ല. Uncle, I want to go there, please. I want to go there, please. Uncle. അങ്കിൾ ഞാൻ അങ്ങോട്ടൊന്ന് പോക്കോട്ടെ. ഓക്കേ, അത് പറഞ്ഞു. No means no. നോ, വേണ്ട എന്ന് പറഞ്ഞ You should listen to your elders. മുതിർന്നവർ പറയുന്ന ഒന്ന് ശ്രദ്ധിച്ചേ. There are sometimes we tell you some things not to be done, you should obey. ചിലപ്പം ഞങ്ങൾ നിങ്ങളോട് ചെയ്യണ്ടാന്ന് പറയുന്ന കാര്യം ചെയ്യരുത്. Sometimes we bring turbulent situations into our life by our self-will. നമ്മുടെ സ്വന്തം ഉണ്ടല്ലോ ഒരു ഭാവത്തെ തീരുമാനം കൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. Nadia said, okay uncle, I will not go. I will not go. നാഡിയ പറഞ്ഞു, അങ്കിൾ ശരി എന്നാ ഞാൻ The moment elephant uncle turned his back, എലിഫന്റ് അങ്കിൾ അങ്ങോട്ട് തിരിഞ്ഞപ്പോൾ തന്നെ she went the same way where she was told not to go. പതുക്കെ പോണ്ടാന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ചാടി പോയി. I am sure we all do this. അതെല്ലാം നമ്മൾ തന്നെ ചെയ്യും അല്ലേ? How many times I told you not to use the mobile phone? എത്ര പ്രാവശ്യം പറഞ്ഞു മൊബൈൽ ഫോൺ ഉപയോഗിക്കരുത്? How many times I told you not to do this? എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇത് ചെയ്യരുതെന്ന്? But we are the same old. എപ്പോഴും നമ്മൾ അത് തന്നെയാ And ചെയ്യുന്നത്. Nadia was so. നാഡിയ അതുപോലെ. She went near that same place where the trap was laid. She was unaware of it. കെണി വെച്ചിരിക്കുന്നിടത്തോട്ട് പുള്ളിക്കാരി പോയപ്പോൾ അറിഞ്ഞില്ല അവിടെ. She was playing around. അതിന്റെ ചുറ്റും ഇങ്ങനെ കളിച്ചോണ്ടിരുന്നു. And then she fell down. താഴോട്ട് വീണു. And now she's in that trap. ഇപ്പൊ അവൾ ആ കുഴിക്കത്താ. And now she's trying to jump. Help me. Somebody help me. ഇങ്ങനെ സഹായിക്കണേ, എന്നെ ആരെങ്കിലും സഹായിക്കണേ എന്ന് പറഞ്ഞ് ചാടിക്കൊണ്ടിരിക്കുക. Hey, you brought this on you, on your own self. അയ്യോ, ഇത് തന്നെ ഉണ്ടാക്കിയ ഒരു സംഗതിയല്ലേ? You were warned. നിന്നോട് നേരത്തെ പറഞ്ഞത്. You were told not to do it. പറഞ്ഞില്ലേ ചെയ്യരുതെന്ന്? But you did not listen. അത് കേട്ടില്ലല്ലോ. Now she's crying. ഇപ്പൊ കരയും. Hey, please somebody come and help me. Somebody come and help me. ആരെങ്കിലും എന്നെ ഒന്ന് സഹായിക്കണേ എന്ന് കരഞ്ഞോണ്ടിരിക്കും. And elephant uncle went away because he had to instruct everybody. ആന അങ്കിൾ അവിടെ ഒന്നും ഇല്ലായിരുന്നു. ബാക്കി എല്ലാരോടും മൃഗങ്ങളോട് പറയണമല്ലോ. Now there came a hippo. അന്നേരം ഒരു ഹിപ്പോപ്പൊട്ടാമസ്. And uncle also informed the hippo. അങ്കിൾ ഹിപ്പോയോട് പറഞ്ഞു. And hippo said, okay, uncle elephant, I will not go that side. ഹിപ്പോ പറഞ്ഞു, ഓക്കെ അങ്കിൾ, ഞാൻ ഇനി അങ്ങോട്ട് പോകാൻ പോകുന്നില്ല. But hippo also went that way. അദ്ദേഹം അതുവഴി പോയി. And he was almost about to fall. അദ്ദേഹം വീഴാൻ തുടങ്ങി. Just imagine if that hippo would have fallen into that pit. ഒന്ന് ഓർത്ത് നോക്കിക്കേ, ആ വലിയ മൃഗം ആ കുഴിക്കകത്തോട്ട് വീണായിരുന്നെങ്കിൽ Would Nadia be alive? അയ്യോ, നാഡിയ ജീവനോട് ഇരുന്നേനെയോ? Oh no, at the right time. Don't jump. ആ കറക്റ്റ് സമയത്ത് നാഡിയ പറഞ്ഞു, അയ്യോ ഇങ്ങോട്ട് വരല്ലേ. Oh, how did you get inside that? അയ്യോ, ഇതിനകത്തോട്ട് എങ്ങനെയാ വന്നേ? I did not listen to elephant uncle. ഞാൻ എലിഫന്റ് അങ്കിൾ പറഞ്ഞത് കേട്ടില്ല. Please help me. പ്ലീസ് എന്നെ ഒന്ന് Now while സഹായിക്കണം. he was talking, അവർ സംസാരിച്ചോണ്ടിരുന്നപ്പോ there came a monkey. ഒരു മങ്കി കുരങ്ങ് അതോടി വന്നു. What are you doing here? ഇവിടെ എന്തോ ചെയ്യുന്നേ? A friend has fallen down. നമ്മുടെ ഒരു കൂട്ടുകാരൻ താഴെ വീണിട്ടുണ്ട്. Also monkey said, I have an idea. അപ്പൊ മങ്കി പറഞ്ഞു, I bring 2 branches. ഒരു 2 കമ്പ് ഇങ്ങോട്ട് മുറിച്ചു. One you hold it in your mouth. ഒന്ന് നീ വായിൽ പിടിക്ക്.
And with the other one, I tied with my tail. എന്റെ വാലില് മറ്റേ കമ്പ് And I will ഞാൻ pull your അറ്റം tail. പിടിക്കാം. ഞാൻ നിന്റെ വാലിങ്ങനെ വലിച്ചോണ്ട് Just imagine a monkey pulling tail, hippo's tail. ഒന്ന് ഓർത്ത് നോക്കിക്കേ കുരങ്ങ് ഹിപ്പോടെ tail ഒന്ന് And അല്ലേ? now ഇപ്പോ the branch breaks, ആ- which was there in hippo's mouth. ആ കമ്പ് അങ്ങ് ഒടിഞ്ഞു പോയി. There was a huge jerk. അതൊരു ഭയങ്കര ഒരു Even before the monkey could do anything, the hippo came and fell on the monkey. ഒന്നും ചെയ്യുന്നതിനെക്കാട്ട് മുമ്പ് തന്നെ എന്ത് സംഭവിച്ചു? And the monkey, fatso, get up, get up, get up, get up. കുരങ്ങ് അയ്യോ ഈ കൊന്ന ഹിപ്പോ ചേട്ടാ എഴുന്നേക്ക് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. Every attempt failed എല്ലാം ചെയ്യാൻ എല്ലാ കാര്യങ്ങളും അവർ തേറ്റുപോയി. until the animal who had warned came back. അവരെ ഇത് പറഞ്ഞ മുന്നറിയിപ്പ് നൽകിയ ആ ആനിമൽ വന്നപ്പം And he came to know. അദ്ദേഹം വന്നപ്പോ അദ്ദേഹത്തിന് And then മനസ്സിലായി. he lowered his trunk. അദ്ദേഹത്തിന്റെ തുമ്പിക്കൈ And then താഴോട്ടിട്ടു. he lifted up. നാദിയായെ പൊക്കി And he brought him out. എന്നിട്ട് വെളിയിലോട്ട് Didn't I tell you not to go there? അങ്ങോട്ട് പറഞ്ഞില്ലായിരുന്നോ പോരുതെന്ന്? Didn't I tell you? ഞാൻ പറഞ്ഞില്ലേ? Why didn't you listen? പിന്നെ എന്താ കേക്കാഞ്ഞേ? Huh? Why are you smiling now? എന്തിനാ ഇപ്പൊ ചിരിക്കുന്നേ? Sit down. Nadia, by her own mistake, അവളുടെ തന്നെ തെറ്റുകൊണ്ട് fell into this situation. ഈ ഒരു സാഹചര്യത്തിൽ വീണു. In our life journey, നമ്മുടെ ജീവിത there are യാത്രയിൽ many times, ഒരുപാട് പ്രാവശ്യം because we want to do what we want to do, നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ and we fall into the trap. നമ്മളും ഇങ്ങനത്തെ കെണികളിൽ വീഴും. And there are so many things that hinder us from going ahead in life. മുൻപോട്ട് പോകാൻ എത്രയോ തടസ്സങ്ങളാണ് നമ്മൾ നേരിടുന്നത്. Mark chapter 5 verse 1 to 20. മർക്കോസിന്റെ സുവിശേഷം 5. Jesus comes with his disciples. യേശു Comes with his disciples. ശിഷ്യന്മാരോട് കൂടി വരുന്നു. And there from the cave comes a man with demonic power. ഒരു ഗുഹയിൽ നിന്ന് ഒരു ഭൂതഗ്രസ്തൻ പുറത്തോട്ട് വരുന്നു. And the moment he sees Jesus, he runs towards Jesus and kneels down. യേശുവിനെ കണ്ട ഉടനെ അത് അലിച്ചുകൊണ്ട് വരുന്നേ, പക്ഷെ യേശുവിനെ കാണുമ്പോഴേ അവിടെ മുട്ടുകുത്തി നിൽക്കും. Have you come to cast us away before time? അയ്യോ ഞങ്ങളെ അങ്ങ് നശിപ്പിക്കാനാണ് വന്നേ. We plead you. Please യേശു അപ്പച്ച. And Jesus asked, what is your name? യേശു അദ്ദേഹത്തോട് ചോദിച്ചു, നിന്റെ പേരെന്തുവാ? He said, my name is Legion, for we are many. ഞങ്ങള് ഒരുപാടുള്ള ലെഗ്യോൻ എന്ന അതാണ് എന്റെ പേരെന്ന് പറഞ്ഞു. ഒരുപാട് പേരുണ്ട്. I wonder how many demons were there inside of him. അദ്ദേഹത്തിന്റെ ഉള്ളിൽ എത്രമാത്രം ദുരാത്മാവ് ഉണ്ടായിരുന്നെന്ന്. And they pleaded saying, please let us go to the swines over there. അവർ പറഞ്ഞു പ്ലീസ് ഞങ്ങളെ കുറെ പന്നികൾ അവിടെ പോകുന്നുണ്ടല്ലോ, അവരുടെ അകത്തോട്ട് അങ്ങ് വിട്ടേര്. പൊക്കോ. Jesus cast them away. യേശു ഈ ദുരാത്മാവിനെ പുറത്താക്കി. And the swines could not take it, and they fell in the water and they drowned. ആ പന്നികൾക്ക് ആ ഒരു ഭാരം ചുമക്കാൻ സാധിച്ചില്ല. അവർ നേരെ പോയി വെള്ളത്തിലോട്ട് പോയി ചാടി. Now here is a man ഇവിടെ ഒരു മനുഷ്യൻ who cut himself, അദ്ദേഹത്തിന്റെ ദേഹം who hurt himself, അദ്ദേഹത്തെ ഉപദ്രവിച്ചു. he was such a terror, ഭയങ്കര ഭയം തോന്നിക്കുന്ന, nobody would come near him. ആരും അദ്ദേഹത്തിന്റെ അടുത്ത് പോകത്തില്ലായിരുന്നു. But here comes Jesus. പക്ഷെ ആ വഴി യേശു കർത്താവ്. The Bible says so beautifully, Jesus came just for this one man in that place. യേശു കർത്താവ് വേദപുസ്തകം പറയുന്നു ഈ ഒരു മനുഷ്യന് വേണ്ടിയാ യേശു കർത്താവ് ആ സ്ഥലത്തേക്ക് എത്തിയത്. How much more Jesus is concerned about our soul. നമ്മുടെ ആത്മാവിനെ കുറിച്ച് യേശു കർത്താവിന് എത്രമാത്രം കരുതലുണ്ട് പ്രിയരെ. He was in that turbulent situation where no help was there for him. ആ ദുരാത്മാവ് ബാധിച്ച മനുഷ്യൻ ഒരു ടർബുലന്റ് സിറ്റുവേഷൻ, ഒരു പ്രയാസപ്പെട്ട ഘട്ടത്തിൽ ആരും സഹായിക്കാനില്ലാതിരുന്നപ്പോൾ, Now after Jesus healed him, delivered him from evil, യേശു കർത്താവ് അദ്ദേഹത്തെ സൗഖ്യമാക്കിയപ്പോൾ he was sitting and not screaming. അദ്ദേഹം ഇരിക്കുവായിരുന്നു, അലിക്കുവല്ലായിരുന്നു. He was praising and not cursing. അദ്ദേഹം ദൈവത്തെ ആരാധിക്കുകയായിരുന്നു. He was dressed, he was not naked. അദ്ദേഹം നല്ല ഡ്രസ് ഇട്ട് ഇരിക്കുകയായിരുന്നു. He was in right mind, he was not insane. നല്ല മനസ്സിലായിരുന്നു. He was a convert of Christ and not a captive of Satan. അദ്ദേഹം യേശു കർത്താവിനാൽ പിടിക്കപ്പെട്ട ഒരു മനുഷ്യനായി സാത്താന്റെ കീഴിലല്ല. Because of the right choice. അദ്ദേഹം എടുത്ത നല്ല തീരുമാനം. After he was delivered,
അദ്ദേഹത്തെ വിടുവിച്ചപ്പോൾ He wanted to go with Jesus. യേശു കർത്താവിനോട് കൂടെ പോകണം But Jesus അദ്ദേഹം said, ആഗ്രഹിച്ചു. പക്ഷെ യേശു പറഞ്ഞു, Go and tell the people what God has done in your life. ചെന്ന് മറ്റുള്ളവരോട് പറയുക. യേശു കർത്താവ് നിന്റെ ജീവിതത്തിൽ ചെയ്തത് മറ്റുള്ളവരോട് പറയുക. Boys and girls, പ്രിയ കൂട്ടുകാരെ, in our life there are a lot of storms and difficulties that may come. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ We may have turbulences of disappointments, discouragements. ചിലപ്പോഴൊക്കെ നമ്മൾ പ്രതീക്ഷയില്ലാതെ ഒക്കെ പ്രയാസപ്പെടും, ഡിസപ്പോയിന്റഡ് ആവും. We may have turbulence of someone who is sick at home or you have lost someone. ചിലപ്പം വീട്ടിൽ ആരെങ്കിലും സുഖമില്ലാത്തവരല്ലെ ചിലർ മരണപ്പെടുന്നവർ കാണും. Turbulence of academic pressures that you have to face. പഠിക്കാനുള്ള ഭയങ്കര പ്രഷർ ഒക്കെ നിങ്ങൾക്ക് ഒരുപക്ഷെ കാണുമായിരിക്കും. Turbulence of rejection and loneliness. ചിലപ്പം ആരും തന്നെ നിങ്ങളെ സ്നേഹിക്കാതെ നിങ്ങളെ ഒറ്റപ്പെടുത്തുന്ന In all അനുഭവങ്ങൾ your കാണും. personal struggles, ഇതെല്ലാ കാലത്ത് നിങ്ങളുടെ സ്വന്തമായ പ്രയാസത്തിൽ Captain's voice, ക്യാപ്റ്റന്റെ ശബ്ദം, I will be with you. ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. Isaiah 43:1. യെശയ്യാവ് 43:1. I will deliver you. ഞാൻ നിന്നെ വിടുവിക്കും. Psalms 50:15. സങ്കീർത്തനം 50:15. I will watch over you. ഞാൻ നോക്കും, നിന്നെ നോക്കും. Psalms 32:8. സങ്കീർത്തനം 32:8. I will listen to you. ഞാൻ നീ പറയുന്നതൊക്കെ കേൾക്കും. Jeremiah 29:12. 29:12. Psalms 94:18. സങ്കീർത്തനം 94:18 When I പറയുന്നു, felt my feet slipping, എന്റെ കാലിടറുന്നെന്ന് എനിക്ക് തോന്നിയപ്പോൾ you came with your love, നിന്റെ സ്നേഹം കൊണ്ട് നീ വന്ന് kept me steady. എന്നെ ഉറപ്പിച്ചു നിർത്തി. My dear boys and girls, പ്രിയ കൂട്ടുകാരെ, to fly above the storms and turbulences of your life, ജീവിതത്തിന്റെ പ്രയാസങ്ങളുടെ മണ്ടയ്ക്ക് മേളിൽ പറന്നു പോകണമെങ്കിൽ two things that are needed: രണ്ട് കാര്യങ്ങൾ ആവശ്യമാണ്. the power of prayer പ്രാർത്ഥനയുടെ ശക്തി, and a miracle called faith. ഒരു അത്ഭുതം, വിശ്വാസം എന്ന ഒരു അത്ഭുതം. The power of prayer പ്രാർത്ഥനയുടെ ശക്തി and the miracle called faith. അത്ഭുതം, വിശ്വാസം എന്ന അത്ഭുതം വേണം. In any turbulent situations of your ഏത് life, ബുദ്ധിമുട്ടുള്ള സാഹചര്യം വന്നാലും sit at his feet യേശുവിന്റെ പാദപീഠത്തിൽ ഇരിക്കുക. and have his word before you. വേദപുസ്തകം മുൻപിൽ ഉണ്ടായിരിക്കട്ടെ. As you close your eyes, കണ്ണുകൾ അടയ്ക്കുമ്പോൾ കണ്ണുകൾ അടച്ചാട്ട് just for a minute, ഒരു മിനിറ്റിലേക്ക് കണ്ണുകൾ അടച്ചാട്ട് don't look here and there. ഇങ്ങോട്ടും അങ്ങോട്ടും ശ്രദ്ധിക്കരുത്. This is the time that the Lord wants to speak to you. ഈ സമയം യേശു കർത്താവ് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുക. He wants to assure you അദ്ദേഹത്തിന് ഒരു ധൈര്യം നൽകാൻ ആഗ്രഹിക്കുന്നു. even though you walk through the valley of shadow of death, കൂരിരുൾ താഴ്വരെ കൂടി നടന്നാലും you will fear no evil. നീ ഒന്നും ഭയപ്പെടേണ്ടതില്ല. For my rod and my staff, എന്റെ വടിയും കോലും they will comfort you. നിന്നെ ആശ്വസിപ്പിക്കും. I will be with you. ഞാൻ നിന്നോട് കൂടെയുണ്ട്. I will take care of you. ഞാൻ നിന്റെ കാര്യങ്ങൾ എല്ലാം നോക്കിക്കൊള്ളാം. You come to me. നീ എന്നോടൊപ്പം വരിക. I want you as my child. നിന്നെ എന്റെ ഒരു മകൻ മകളാക്കി തീർക്കാൻ ഞാൻ For ആഗ്രഹിക്കുന്നു. if you are my child, നീ എന്റെ പൈതലാണെങ്കിൽ no matter what turbulence you face in life, ജീവിതത്തിലെ ഏത് പ്രതിസന്ധി ഉണ്ടായാലും I will hold you ഞാൻ നിന്നെ പിടിക്കും. with my righteous right hand. നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ മുറുകെ പിടിക്കും. For the word says, വേദപുസ്തകം പറയുന്നു, as Lord said, ദൈവം പറഞ്ഞു, my sheep hear my voice, എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു, and I know them, ഞാൻ അവരെ അറിയുന്നു, and they will follow me. അവരെന്നെ അനുഗമിക്കും. Dear God, our heavenly Father, പ്രിയ യേശു കർത്താവേ, I thank you for this time, ഈ സമയത്തിനായിട്ട് സ്തോത്രം. for helping us ഞങ്ങളെ സഹായിച്ചതിനായി to understand ഇത് അർത്ഥം മനസ്സിലാക്കുവാൻ, your great love, അങ്ങയുടെ വലിയ സ്നേഹം your മനസ്സിലാക്കുവാൻ, great mercy, അവിടുത്തെ കൃപ മനസ്സിലാക്കുവാൻ, your unending favor. അങ്ങയുടെ കൃപ ധാരാളമായിട്ട് മനസ്സിലാക്കുവാൻ, Irrespective of what situation we are going through, ഞങ്ങൾ ഏത് അവസ്ഥയിൽ പോയാലും your grace is sufficient for us. അങ്ങയുടെ കൃപ ഞങ്ങൾക്ക് മതി. We thank you, Jesus. യേശു കർത്താവേ, സ്തോത്രം.
We give you all the glory. അങ്ങേക്ക് എല്ലാ മഹത്വം നൽകും. In Jesus' name we pray. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. Amen. ആമേൻ. We are going to do a day 4 prayer, and the day 4 prayer നാലാമത്തെ ദിവസത്തെ ഒരു പ്രാർത്ഥന ഉണ്ട്. is for all the doctors and medical practitioners who are working across the globe, and may the Lord give them wisdom. What's your name? ഡോക്ടേഴ്സും നഴ്സസിനു വേണ്ടി Aiden is going to pray. Can we all close our eyes? കണ്ണുകൾ അടയ്ക്കാം. ഈഡൻ പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, ഇന്നൊരു ദിവസം കർത്താവെ കുട്ടിപ്പന്തലിൽ ഞങ്ങൾ മാരാമൺ കൺവെൻഷനായി കൂട്ടിവരുത്തിയ കൃപയ്ക്കായ സ്തോത്രം. കർത്താവെ, മെഡിക്കൽ അസോസിയേഷനിൽ പ്രവർത്തിക്കുന്ന എല്ലാ നിന്റെ ഡോക്ടർമാരെയും കർത്താവ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നഴ്സുമാരെയും അനുഗ്രഹിക്കണമേ. കർത്താവെ, അവരെ കൂടുതലായി അനുഗ്രഹിക്കണമേ. അവർ ജോലി ചെയ്യുന്ന ഇടങ്ങളിലും നിന്റെ കാവലും സമ്പൂർണ്ണം കൊണ്ട് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, രോഗികളുടെ വേദനകളൊക്കെ മാറ്റുവാനും നീ അവിടുന്ന് അവിടെ സഹായിക്കുന്ന വലിയ കൃപയ്ക്കായ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഇന്ന് കർത്താവെ വരാൻ സാധിക്കാതെ പോയ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവെ, അവരുടെ വഴിനടപ്പിലും പോക്കിലും വരവിലും നീ അവിടുന്ന് കാവലായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്റെ മനസ്സാൽ തൊട്ട് കർത്താവെ സൗഖ്യം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അനുഗ്രഹിക്കണമേ, സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ ഒരു ദിവസം കർത്താവ് അനുഗ്രഹത്തിന്റെ പുതുക്കമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം പ്രാർത്ഥനയുടേതായ സ്തോത്രം ഞങ്ങൾക്ക് അന്യം യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദേവതോ നിങ്ങൾക്ക് മാറണമേ. കൂട്ടുകാരെ, നമ്മൾ പഠിച്ചതായിട്ടുള്ള ഒരു പാട്ട് പാടുന്നതായിട്ടുള്ള അവസരത്തിൽ സ്തോത്ര കാഴ്ച എടുക്കും. ഈ സമയത്ത് ആരും എഴുന്നേറ്റ് പോകരുത്. ബോയ്സ് മാർക്ക് കുറയുമേ, പോകരുത്. അവിടെ നിൽക്കുന്നതായിട്ടുള്ള പേരൻസും ആരും പോകരുത്. കുഞ്ഞുങ്ങളെ വിളിച്ചോണ്ട് പോകരുത്. പ്രാർത്ഥന ആശീർവാദം കഴിഞ്ഞ് മാത്രമേ പോകാവൂ എന്നുള്ളത് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. നമ്മൾ പഠിച്ച പാട്ട് പണ്ടൊരു നാട്ടിലൊരു ഇടയനുണ്ടായിരുന്നു, നൂറാടുള്ളവരുടെ. ക്ലാപ്പ് ചെയ്ത് പാടാം. ക്ലാപ്പ് ചെയ്ത് അവരുടെ ക്ലാപ്പ് ചെയ്. പണ്ടൊരു നാട്ടിലൊരിടയനുണ്ടായിരുന്നു, നൂറാടുള്ളൊരിടയൻ. ഒന്നിനെ നഷ്ടമായി പോയതറിഞ്ഞു തിരിഞ്ഞു പോയൊരിടയൻ. പണ്ടൊരു നാട്ടിലൊരിടയനുണ്ടായിരുന്നു, നൂറാടുള്ളൊരിടയൻ. ഒന്നിനെ നഷ്ടമായി പോയതറിഞ്ഞു തിരിഞ്ഞു പോയൊരിടയൻ. കണ്ടുകിട്ടി സന്തോഷമായി തിരികെ വന്നൊരിടയൻ. കൂട്ടുകാരോടും നാട്ടുകാരോടും സന്തോഷം പങ്കിട്ടൊരിടയൻ. കണ്ടുകിട്ടി സന്തോഷമായി തിരികെ വന്നൊരിടയൻ. കൂട്ടുകാരോടും നാട്ടുകാരോടും സന്തോഷം പങ്കിട്ടൊരിടയൻ. പണ്ടൊരു നാട്ടിലൊരിടയനുണ്ടായിരുന്നു, നൂറാടുള്ളൊരിടയൻ. ഒന്നിനെ നഷ്ടമായി പോയതറിഞ്ഞു തിരിഞ്ഞു പോയൊരിടയൻ. ആരും പോകരുത്. അവിടെ ഇരിക്കാം. കൂട്ടരെ നമ്മളെ നഷ്ടമാകുമ്പോൾ ശങ്കും പിടയുന്ന ദൈവം, സ്വന്തം ജീവൻ തന്നു നമ്മളെ വീണ്ടൊരു സ്നേഹവാനായ ഒരു ദൈവം. കൂട്ടരെ നമ്മളെ നഷ്ടമാകുമ്പോൾ ശങ്കും പിടയുന്ന ദൈവം, സ്വന്തം ജീവൻ തന്നു നമ്മളെ വീണ്ടൊരു സ്നേഹവാനായ ഒരു ദൈവം. നല്ലിടയനായ ദൈവം. പണ്ടൊരു നാട്ടിലൊരിടയനുണ്ടായിരുന്നു, നൂറാടുള്ളൊരിടയൻ. ഒന്നിനെ നഷ്ടമായി പോയതറിഞ്ഞു തിരിഞ്ഞു പോയൊരിടയൻ. മാതാപിതാക്കളെ ശ്രദ്ധിക്കണമേ. കുഞ്ഞുങ്ങളെ ഇവിടെ ഇരുത്തുമ്പോൾ തന്നെ അവരുടെ കൈ സ്തോത്രാഴ്ച അങ്ങ് കൊടുത്തേക്കണം. ഈ പാട്ടെല്ലാം നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളെല്ലാവരും കൂടെ ഇടയ്ക്കൂടെ കയറി വന്ന് സ്തോത്രാഴ്ച കൊടുക്കുമ്പോൾ അതൊരു ഡിസ്റ്റർബൻസ് ആകും എന്നുള്ളത് ഓർമ്മിപ്പിക്കുന്നു. ഇപ്പോൾ ബഹുമാനപ്പെട്ട സാധനത്തിനെ പ്രാർത്ഥനയ്ക്കായിട്ട് ക്ഷണിക്കുന്നു. ഒരു പ്രാവശ്യം വീണ്ടും ഓർപ്പിക്കുന്നു, പെൻഡ്രൈവ് അവൈലബിൾ ആണ്. 500 രൂപയാണ്. ഇവിടെ നമുക്കത് വാങ്ങാം. Let us pray. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം. Let us bow our heads in prayer. We are going to talk to our loving God. ദൈവത്തോട് വർത്താനം പറയാം, പ്രാർത്ഥിക്കാം. കണ്ണുകളെ അടച്ചാട്ട്. ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ ദൈവമേ, മനോഹരമായ ഒരു ദിവസത്തിൻ്റെ പ്രഭാതത്തിൽ ഈ മണൽ പരപ്പിൽ വന്നിരുന്ന് ഞങ്ങളുടെ ഈ കുഞ്ഞുങ്ങളെല്ലാം അവിടുത്തെ വചനം കേൾക്കുവാൻ അവിടുന്ന് സഹായിച്ചല്ലോ. ഇന്ന് അവരോട് അവിടുന്ന് സംസാരിച്ചതിനായി സ്തോത്രം. ഞങ്ങളുടെ ജീവിത യാത്രയിൽ ഏത് പ്രതിസന്ധികളുണ്ടായാലും ഏത് പരീക്ഷണങ്ങളുണ്ടായാലും ഞങ്ങളുടെ നല്ല
ക്യാപ്റ്റനായി, കപ്പിത്താനായി, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പാലകനായി, പരിപാലകനായി അവിടുന്ന് കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പ് തന്നതിനാൽ സ്തോത്രം. അവിടുത്തെ ശബ്ദം കേട്ട് അവിടുത്തെ ആലോചന സ്വീകരിച്ച് ജീവിപ്പാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അവിടുന്ന് ഒരുക്കണമേ. അവരുടെ പഠന വഴികളിലെ വെല്ലുവിളികൾ, അവരുടെ കോളേജുകളിൽ, സ്കൂളുകളിൽ, അവരുടെ ക്യാമ്പസുകളിലെ സൗഹൃദങ്ങളിലെ ദുഷിച്ച സ്വാധീനങ്ങൾ, അതിൻ്റെയൊക്കെ മധ്യത്തിലും കർത്താവെ അവിടുത്തെ മധുരമായ ശബ്ദം കേട്ട് അവിടുത്തെ സ്നേഹത്തിൻ്റെ വഴിയിൽ നടക്കുവാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് ഒരുക്കിക്കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. CSSമിൻ്റെ മിനിസ്ട്രിക്കായി സ്തോത്രം. സുജിത് അച്ഛനും ടീം അംഗങ്ങളും ചെയ്യുന്ന അനുഗ്രഹീതമായ ശുശ്രൂഷകൾക്കായി സ്തോത്രം. ചെന്നൈയിൽ നിന്ന് വന്ന ഞങ്ങളുടെ ദിനേഷിന് വേണ്ടി സ്തോത്രം, അനിത കൊച്ചമ്മയ്ക്ക് വേണ്ടി സ്തോത്രം, മറ്റെല്ലാ ടീം അംഗങ്ങൾക്കായും സ്തോത്രം. ഇന്ന് ഞങ്ങളോട് കൂടി സംബന്ധിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട അപ്രയം തിരുമേനിക്കായി സ്തോത്രം. സുധിച്ചച്ഛൻ്റെ പിതാവ് മാമനച്ഛന് വേണ്ടി സ്തോത്രം. അങ്ങനെ ഇന്ന് സംബന്ധിക്കുന്ന എല്ലാ മാതാപിതാക്കൾക്കായും സ്തോത്രം. ഈ മണൽപ്പുറത്തെ ഈ മനോഹരമായ അനുഗ്രഹീതമായ കൂട്ടായ്മയിലൂടെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അവിടുത്തെ സ്നേഹത്തിൽ നിലനിർത്തുവാൻ തുടർന്നും ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന ദയതോന്നി കേൾക്കുമാറാകണമേ. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, ഏകപുത്രന്റെ കൃപ, പരിശുദ്ധ റുഹായുടെ സംസ്കൃത സഹവാസം പ്രിയരേ നാം അവരോടുകൂടി ഇന്നും എന്നേക്കെപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ.